ഓക്കെ, നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഇപ്പോൾ ഇതിലിപ്പോൾ പുതിയതായിട്ട് ജോയിൻ ചെയ്തവരായിരിക്കും ഉള്ളത്. ഷഹാദ് അല്ലേ, പുതിയ ആളല്ലേ? ഒന്ന് മ്യൂട്ടാക്കോ, അൺമ്യൂട്ടാക്കോ. നമ്മളൊരു ഇന്ററാക്റ്റീവ് സെക്ഷനാണ്. അപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ടോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ ചോദിക്കട്ടോ. വോയിസ് കേൾക്കുന്നില്ലേ? ഹലോ, കേൾക്കുന്നുണ്ട് സർ. ആ ഉണ്ട്. ഈ നിയാസ് പുതിയ ആളാണല്ലേ നിങ്ങള്? ഒന്ന് അൺമ്യൂട്ട് ചെയ്യോ? ഹലോ, പിന്നെ ഈ ഷാഹദ് കുന്നത് പറഞ്ഞാണ്. ഹലോ, കേൾക്കുന്നുണ്ട്. ഓക്കെ. പിന്നെ നിങ്ങൾ ക്ലാസ് ഒക്കെ ജോയിൻ ചെയ്തോ, കാണാൻ സ്റ്റാർട്ട് ചെയ്തോ? തുടങ്ങിയിട്ടില്ല. ഇപ്പൊ എങ്ങനെയാണ് കാര്യങ്ങളെന്നൊക്കെ അറിയോ? എന്താണ് എങ്ങനെയൊക്കെയാണെന്നുള്ളത്? നിങ്ങൾ ഇപ്പൊ നിലവിൽ എന്താ ചെയ്യുന്നത്? ഞാൻ ഫാന്റെ റീറ്റെയിലാണ്. റീറ്റെയിൽ അല്ലേ? ഇപ്പൊ നിലവിൽ മാർക്കറ്റിംഗ് ഒക്കെ എങ്ങനെയാ ചെയ്യുന്നത്? മാർക്കറ്റിംഗ് നമ്മുടെ നാട്ടിലുള്ള ഈ വാട്സപ്പ് ഗ്രൂപ്പുകൾ ഉണ്ടല്ലോ, ന്യൂസ് ഗ്രൂപ്പുകൾ, തിരൂർ ന്യൂസ്, വൈലത്തൂർ ന്യൂസ്, വേങ്ങര ന്യൂസ്, അതിലൊക്കെ ആഡ് കൊടുക്കും. പിന്നെ ഫേസ്ബുക്കിൽ പേജ് ഉണ്ട്, അതിലിട്ട് ബൂസ്റ്റ് കൊടുക്കും. പിന്നെ അങ്ങനെയൊക്കെ ബൂസ്റ്റിംഗ് ചെയ്തിട്ട് റിസൾട്ട് വരുന്നുണ്ടോ? ബൂസ്റ്റ് ഞാൻ ആദ്യമൊക്കെ ചെയ്തപ്പോ റിസൾട്ട് ഉണ്ടായിരുന്നു. ഇപ്പൊ അങ്ങനെ ഒരു റിസൾട്ട് എനിക്ക് ഇതിപ്പോ ഏതാണ് വരുന്നത്? ഒരേ പോസ്റ്റർ തന്നെയാണോ ചെയ്യുന്നത്? ഇല്ലില്ല, പോസ്റ്ററാണ് ചെയ്യുന്നത്. വീഡിയോ ചെയ്ത് നോക്കിയിട്ടുണ്ടായിരുന്നു? ഇല്ല, വീഡിയോ ചെയ്തിട്ടില്ല. ഇല്ലല്ലേ? നമ്മള് പല രീതിയിലും ചെയ്തു നോക്കേണ്ടി വരും. ഇപ്പൊ ഏതെങ്കിലും ക്ലിക്ക് ആവുന്ന നമ്മൾ എന്ത് ചെയ്യാ, കണ്ടിന്യൂ ചെയ്യാം. ചില ആളുകൾക്ക് പെട്ടെന്ന് റിസൾട്ട് കിട്ടും. ഇപ്പൊ നിലവിൽ ക്ലാസ് ഒന്നും സ്റ്റാർട്ട് ചെയ്തില്ലല്ലേ? ഇല്ല, തുടങ്ങി സമയം കിട്ടിയിട്ടില്ല. പിന്നെ ഇന്നലെ ഡാറ്റ കുറവായിരുന്നു, കാണാനുള്ള ഡാറ്റ അല്ലേ. നിങ്ങൾ സ്റ്റാർട്ട് ചെയ്തോളൂ. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ഗ്രൂപ്പ് ഉണ്ട്, പേഴ്സണൽ ആയിട്ടുണ്ട്, പിന്നെ അവിടെ നിങ്ങൾക്ക് ഡൗട്ട് ഒക്കെ ചോദിക്കാം. വേറെ എന്തെങ്കിലും നിങ്ങൾക്ക് ഇതുമായിട്ട് കോഴ്സുമായിട്ട് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ അത് ചോദിക്കുകയും ചെയ്യാം. ഇപ്പൊ നമുക്ക് ഈ പിന്നെ ഇൻസ്റ്റാഗ്രാം ആണ് ഇതിനെ ഫേസ്ബുക്കിനൊക്കെ ഒന്നുകൂടെ ബെറ്റർ എന്നൊക്കെ എല്ലാവരും പറയുന്നുണ്ട്. ബൂസ്റ്റ് ചെയ്തിട്ടില്ല. ബൂസ്റ്റ് ചെയ്യുന്നതും ഇതുമായിട്ട് രണ്ടും കൂടി ഉള്ള ഒരു മെയിൻ ഡിഫറൻസ് പറഞ്ഞാല്, നമുക്ക് ഒരു പ്ലാറ്റ്ഫോമിൽ തന്നെ എല്ലാം പരസ്യം ചെയ്യാൻ പറ്റും. അതായത് നിങ്ങൾ ഈ ആഡ്സ് മാനേജർ വഴി പരസ്യം ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ നിങ്ങള് ഇൻസ്റ്റാഗ്രാമും ഫേസ്ബുക്കിലും എല്ലാറ്റിലും എന്ത് ചെയ്യും, ഒന്നിച്ച് പരസ്യങ്ങൾ കാണിക്കും. മനസ്സിലാവുണ്ട്? അതായത് നമ്മള് ഇവിടെ ഫേസ്ബുക്കിന്റെ തന്നെ ഒരു പ്ലാറ്റ്ഫോം ഉണ്ട്, ആഡ്സ് മാനേജർ എന്ന് പറഞ്ഞിട്ട്. അതിലാണ് ഇപ്പം കാര്യങ്ങളൊക്കെ ചെയ്യുന്നത്. ഞാൻ ആപ്പ് വെച്ചിട്ടാണ് ചെയ്യല്. അപ്പൊ ഇതില് പിന്നെ നമുക്ക് റിപ്പോർട്ട് കാര്യങ്ങള് അതിൽ തന്നെയാണ് നിങ്ങൾ ചെയ്യാറ്? ആഡ്സ് മാനേജർ ഡൗൺലോഡ് ചെയ്തിട്ടുണ്ട്. പക്ഷെ അതിൽ എനിക്ക് കുറെ കൺഫ്യൂഷൻ ആണ്, കുറെ കോംപ്ലിക്കേറ്റഡ് ആയിട്ട് തോന്നും, ചിലതൊന്നും മനസ്സിലാവില്ല. ചില ആഡുകൾ സ്റ്റക്ക് ആവും, വർക്ക് ആവാത്ത. നിങ്ങളെ ബിസിനസിന് ഏറ്റവും യൂസ്ഫുൾ ആവല് ഒരു എൻഗേജ്മെന്റ് ക്യാമ്പയിൻ ആവും. നമ്മളൊരു 5ാമത്തെ ലെസൺ വരുന്നത്. ഞാൻ അങ്ങനെ എന്തോ കൊടുത്തിരുന്നു, എൻഗേജ്മെന്റ് എന്ന് പറഞ്ഞിട്ട്. യൂട്യൂബിൽ എന്തൊരു വീഡിയോ കണ്ടിട്ട്. നിങ്ങള് ക്യാമ്പയിന് സ്റ്റാർട്ട് ചെയ്തോളൂ. എന്നിട്ട് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ അപ്പൊ ചോദിച്ചാൽ മതി. വേറെ എന്തെങ്കിലും ഉണ്ടോ ഡൗട്ട്? എന്തെങ്കിലും? നിയാസ് എന്ന് പറഞ്ഞ ആള്, നിങ്ങള് ക്ലാസ് കിട്ടിയോ? ഒന്ന് അൺമ്യൂട്ട് ആക്കുക. വോയിസ് കേൾക്കുന്നില്ല, ഒന്ന് അൺമ്യൂട്ട് ആക്കുക. അവിടെ ഒരു മൈക്കിന്റെ ചിഹ്നം ഉണ്ടാവും.
ഓക്കെ, ആ ഓക്കെ. നിങ്ങളെ ക്ലാസ് കിട്ടിയിരുന്നോ നിങ്ങൾക്ക്? ക്ലിയർ ആണ് സാറേ? ഓക്കെ ഓക്കെ, വോയിസ് ഇല്ല, ക്ലിയർ. ക്ലാസ് കിട്ടിയിട്ടില്ല എനിക്ക്. ഞാൻ ഇന്നലെയാണ് ജോയിൻ ചെയ്തത്. ഓക്കെ, അത് ഞാൻ ആക്സസ് അതില് ചെയ്തിട്ടുണ്ടായിരുന്നു. എന്റെ വാട്സപ്പ് ഇന്നലെ മിസ്സായിരുന്നു. ഇന്നലെ ഞാൻ രണ്ടാമത് അയച്ചിട്ടുണ്ടായിരുന്നു. വോയിസ് ഹലോ കേൾക്കുന്നുണ്ടോ? വോയിസ് ബ്രേക്ക് ആവുന്നുണ്ട്, ഒന്നും കൂടി പറയാം. കേട്ടി. എന്ത് ആയിട്ട് നിങ്ങൾ രണ്ടാമത് തന്നു? ഹലോ, വോയിസ് ക്ലിയർ അല്ല. നിങ്ങൾ വീഡിയോ ഓഫ് ആക്കിയിട്ടൊന്ന് സംസാരിച്ചോളൂ. ഓക്കെ. ഹലോ, ഇപ്പൊ ഓക്കെയാണ്. ഇനി ഒന്ന് പറയാം. ഓക്കെ അല്ലേ? അത് ഏതിലാണ് ഗ്രൂപ്പ് വരുന്നത് എന്നുള്ളത് മനസ്സിലായിട്ടില്ല ഇതുവരെ. ഇല്ല, നമ്മളൊരു മൊബൈൽ ആപ്പ് നിങ്ങൾക്ക് അയച്ചു തന്നില്ല? ആപ്പ് SH പറഞ്ഞൊരു ആപ്പ് അല്ലേ? അതിൽ കയറി കഴിഞ്ഞാല് ക്ലാസ്സുകളൊക്കെ അവൈലബിൾ ആണ്. അതിൽ ഏതാണ് ഓപ്പൺ ആക്കേണ്ടത്? ഞാൻ അതില് നിങ്ങള് അയച്ചു തന്ന സമയത്ത് അതിന്റെ കൂടെ ഒരു വീഡിയോ അയച്ചു തന്നിട്ടുണ്ട്. ഒരു അതിലൊന്ന് നോക്കിയിട്ട് അതേ രൂപത്തിൽ ചെയ്താൽ മതി. നിങ്ങളിപ്പോ നിലവിൽ എന്ത് ബിസിനസ് ആണ് ചെയ്യുന്നത്? ഞാൻ ഹോൾസെയിൽ ആൻഡ് റീറ്റെയിൽ ആണ്. ഈ ലൈൻ സപ്ലൈ ആണ്. വാൻസെയിൽ. എന്ത് പ്രോഡക്റ്റ് ആണ്? ബിസ്ക്കറ്റ് ആണ്. ബിസ്ക്കറ്റ് അല്ല. ഏതെങ്കിലും ബ്രാൻഡിന്റെ ചെയ്യണം, അത് നിങ്ങളെ ബ്രാൻഡാണോ? നമ്മുടെ ബ്രാൻഡ് അല്ല, വേറെ ബ്രാൻഡാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. വേറെ ബ്രാൻഡിന്റെ സപ്ലൈ ചെയ്യല്ലേ നിങ്ങള്? അതെ അതെ അതെ. അപ്പോ നിലവില് നിങ്ങള് ഓൾറെഡി ഉള്ള കസ്റ്റമേഴ്സ് ആണ് കേരള? അതെ അതെ. ഇനിയിപ്പോ എന്താണ് നിങ്ങളൊരു മാറ്റം ഉദ്ദേശിക്കുന്നത് ഇവിടെ? നമ്മളെ കോഴ്സ് മാറ്റുന്ന സെയില് കൂടണം, അതിനുള്ള ഒരു ഇതാണ് ആവശ്യം നമുക്ക്. ഇപ്പൊ ഉദ്ദേശിച്ചെങ്കിൽ വളരെ കുറഞ്ഞ ഇതിലാണ് പോകുന്നുള്ളൂ. നിങ്ങള് ആദ്യം ക്ലാസ് ഒക്കെ ഒന്ന് കണ്ടു നോക്കി, എന്നിട്ട് നമുക്ക് ഏത് രീതിയിൽ സ്റ്റാർട്ട് ചെയ്യാന്നുള്ളത് നോക്കാം. ഓക്കെ ഓക്കെ, ആയിക്കോട്ടെ. നിങ്ങൾക്ക് എങ്ങനെയൊക്കെ ചെയ്യാൻ പറ്റുകയെന്നുള്ളത്. ഇപ്പൊ എവിടേക്കാണ് സപ്ലൈ? ഏതാണ് നിങ്ങളെ ലൊക്കേഷൻ? മലപ്പുറത്ത് തന്നെയാണ്. മലപ്പുറത്ത് ഒരു 10-40 കിലോമീറ്ററിന്റെ ഉള്ളിലുള്ള ഒരു സെയിലേ നമ്മൾ ചെയ്യുന്നുള്ളൂ. നമ്മള് ഫീൽഡ് ഒന്ന് മാറ്റി പിടിച്ച് നോക്കിയതാണ് ഇപ്പോ. ഇതിനു മുമ്പ് നമ്മള് എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഞാന് ഏകദേശം ഒരു 30 വർഷത്തോളമായി ഫീൽഡില്. പക്ഷെ നമുക്ക് ബിസിനസ് ഇല്ലാത്തതിന്റെ ഭാഗമായിട്ട് തന്നെയാണ് ഇങ്ങനത്തെ മാർക്കറ്റിംഗ് ചെയ്യുന്നത്. പൊതുവെ ഇപ്പൊ ഓഫ്ലൈന് എല്ലാവർക്കും കുറച്ച് മോശമാണ്. അപ്പൊ അതിന് മുമ്പ് നമ്മൾ ചെയ്തിരുന്നത് എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഡിസ്പോസബിൾ ആൻഡ് ക്ലീനിങ് ഐറ്റംസ് ആണ് ചെയ്തിരുന്നത്. അത് ഈ കൊറോണന്റെ സമയത്ത് കുറച്ചൊക്കെ പോയി എന്നല്ലാതെ അതിന് ശേഷം പിന്നെ വലിയൊരു മൂവ്മെന്റ് ഒന്നും ഉണ്ടായിട്ടില്ല. അപ്പൊ ഒന്ന് മാറ്റി പിടിച്ചിട്ട് ബേക്കറി ഫീൽഡിലേക്ക് ഒന്ന് മാറിയതാണ് ഇപ്പൊ. മാറിയിട്ട് ഇപ്പൊ ഒരു 8 മാസം ആയിട്ടുള്ളൂ. ഫസ്റ്റ് മാറിയ സമയത്തൊക്കെ നല്ല റെസ്പോൺസ് ഒക്കെ ഉണ്ടായിരുന്നു. ഇപ്പൊ ഒന്നുണ്ട് റിവേഴ്സ് വന്നിട്ടുണ്ട് ഇപ്പോ. നമുക്ക് നോക്കാം എങ്ങനെ ചെയ്യാൻ പറ്റുന്നല്ലേ. ഓക്കെ ഓക്കെ. അപ്പൊ നമ്മളെന്താ ഉദ്ദേശിക്കുന്നത് എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പോ ഇതിന്റെ ഒരു പിക്ചർ എടുത്തിട്ട് അതിന്റെ പരസ്യം കാര്യങ്ങളൊക്കെ ചെയ്തിട്ട് നമുക്കൊന്ന് ഡെവലപ്പ് ചെയ്ത് നോക്കാൻ പാകത്തിന്. ഓൺലൈനിന്റെ ഭാഗങ്ങളൊന്നും എനിക്ക് കാര്യമായിട്ട് അറിയില്ല. ഫേസ്ബുക്ക് അതുപോലെ വാട്സപ്പ് യൂസ് ചെയ്യുന്നല്ലാതെ ഇൻസ്റ്റഗ്രാം ഇതൊന്നും ഞങ്ങൾ യൂസ് ചെയ്യലില്ല. അത് ഇൻസ്റ്റഗ്രാമിലൊക്കെ എങ്ങനെ പോസ്റ്റ് ചെയ്യണം, എങ്ങനെ എഡിറ്റ് ചെയ്യണം എന്നൊന്നും നമുക്ക് അറിയില്ല അതിനെക്കുറിച്ച്. അപ്പൊ അതൊക്കെ പഠിച്ചെടുക്കണം എന്നുള്ള രീതിയിലാണ്. നമുക്ക് പരസ്യങ്ങൾ ചെയ്യാൻ പറ്റുമോ? അത് കുഴപ്പമില്ല.
അല്ല നമ്മളെ ഓൺ ബ്രാൻഡ് ആണെങ്കിൽ നമുക്ക് പരസ്യം ചെയ്യുന്നോണ്ട് ഇഷ്യൂസ് ഇല്ല. നമ്മളെ ഇതല്ല. അപ്പൊ മറ്റുള്ളവരതാവുമ്പോ പ്രശ്നം ഉണ്ടാവുമോന്ന് ഇല്ല ഒരു പ്രോബ്ലം ഇല്ല. നമ്മൾ ചെയ്യുന്ന പോലെ തന്നെയാണ് അവരെ നമുക്ക് ഡീലിംഗ് കിട്ടിയിട്ടുള്ളത്. അപ്പൊ നിങ്ങള് അതുകൊണ്ട് വിഷയമല്ല. എങ്ങനെയാണ് ചെയ്യാൻ പറ്റുക എന്നുള്ളത് പറഞ്ഞു തരാണെങ്കിൽ ബാക്കി ഞാൻ ഈ നമ്മളുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ ഞാൻ ഹെൽപ്പ് ചെയ്ത് തരാം. എവിടെ തുടങ്ങണം, എങ്ങനെയൊക്കെ ചെയ്യണം എന്നുള്ളത്, അതിനെങ്ങനെയാണ് പോസ്റ്റർ ഉണ്ടാക്കേണ്ടത്, എങ്ങനെ പരസ്യം ചെയ്യേണ്ടത് എന്നുള്ളത്. അപ്പൊ നിങ്ങൾക്ക് ആ ഒരു മേഖലയിൽ എങ്ങനെ ചെയ്യാൻ പറ്റുക എന്നുള്ളതൊന്ന് നോക്കിയിട്ടൊന്ന് അറിയിച്ചാണ് എങ്ങനെ സപ്ലൈ ചെയ്യാൻ പറ്റുക എന്നുള്ളത്. ഇതിലെന്താ വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളെ കമ്പനി നെയിം വെച്ചിട്ട് അവരെ പ്രോഡക്റ്റ് നമ്മളെ എൻക്വയറി വരുന്ന രീതിയിൽ നമുക്ക് ചെയ്യേണ്ട ഇതാണ് ഞാൻ നോക്കുന്നത്. അപ്പൊ അതിനൊരു പോസ്റ്ററും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കണം. നമ്മളെ അഡ്രസ്സും കാര്യങ്ങളും ഫോൺ നമ്പറും ഒക്കെ വെച്ചിട്ട് കസ്റ്റമർ ഇങ്ങോട്ട് നമ്മളെത്തുന്ന ഒരു പ്രൊഡക്റ്റ് കൊണ്ടുവരുന്ന രീതിയിലായിരിക്കണം വേണ്ടത്. ഇപ്പൊ നമ്മളെന്താ വെച്ചിട്ടുണ്ടെങ്കില് നമ്മള് കൗണ്ടറിൽ പോകുമ്പോഴുള്ളൊരു സെയിൽ വരിക എന്നല്ലാതെ വേറെ കാര്യമായിട്ടൊന്നും വരുന്നില്ല. അതാണ് വിഷയം. നിങ്ങൾ എന്തായാലും ഇതിലൊന്ന് കേറിയിട്ട് കാര്യങ്ങള് പിന്നെ നിങ്ങൾ കോണ്ടാക്ട് ചെയ്താൽ മതി. അപ്പോ സപ്പോർട്ട് കാര്യങ്ങള് ഉണ്ടാവും. ഓക്കെ. ഇതിൽ നമുക്ക് ലാപ്പിൽ ചെയ്തുകൂടത്? എങ്ങനെ ലാപ്പില് നമുക്ക് എഡിറ്റിങ്ങും കാര്യങ്ങളൊക്കെ ചെയ്തുകൂടെ? ഏതിലും വേണമെങ്കിലും ചെയ്യാം. ലാപ്പിലും മൊബൈലിലും എങ്ങനെ വേണമെങ്കിലും ചെയ്യാം. ഡിസൈനിങ്ങിന്റെ ആണെങ്കിൽ ക്യാൻവ എന്ന് പറഞ്ഞ ആപ്പ് ഉണ്ട്, അത് ഇൻസ്റ്റാൾ ചെയ്തിട്ട് ക്യാൻവ ലാപ്പിൽ അത് ഇൻസ്റ്റാൾ ചെയ്താൽ മതി അല്ലേ? ക്യാൻവ. ഓക്കെ. അപ്പൊ അതിന്റെ രീതികളൊക്കെ എങ്ങനെയൊക്കെ ചെയ്യേണ്ടത്, എഡിറ്റ് ചെയ്യേണ്ടത് ഒന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിലേ. അത് നിങ്ങള് ക്ലാസ് ഒന്ന് കുറച്ച് അറ്റൻഡ് ചെയ്താലേ നിങ്ങൾക്ക് മനസ്സിലാവും എങ്ങനെയൊക്കെയാണ് തുടങ്ങേണ്ടത്. കുറച്ച് സമയം ഒന്ന് ഉള്ള പോലെ ഫ്രീ ആവുന്ന പോലെ മാറ്റി വെച്ചിട്ട് പിന്നെ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ സപ്പോർട്ട് ചെയ്യാം. ഓക്കെ ആയിക്കോട്ടെ. വേറെ ആർക്കെങ്കിലും എന്തെങ്കിലും ഡൗട്ടോ കാര്യങ്ങളോ കോഴ്സിൻ്റെമായിട്ട് ബന്ധപ്പെട്ടിട്ടോ ഇത് എങ്ങനെ ചെയ്യണം എന്നുള്ളത്, ഇവിടെ സ്റ്റാർട്ട് ചെയ്യണം, അങ്ങനത്തെ എന്തെങ്കിലും ഡൗട്ടോ കാര്യങ്ങളുണ്ടെങ്കിൽ ചോദിക്കും. ഈ ആഡ് കൊടുക്കുന്ന എപ്പോഴും കമ്പ്യൂട്ടർ വെച്ചാണെങ്കിൽ ഒന്നും കൂടെ നന്നാവൂലേ? അങ്ങനെ ചെയ്യുകയാണെങ്കിൽ കുറച്ചും കൂടി ബെറ്റർ ആണ്. നമുക്ക് ഓപ്ഷൻസ് ഉണ്ട് എല്ലാറ്റിനും. ഫോണിലാവുമ്പോൾ കുറച്ചൊരു ലിമിറ്റേഷൻസ് ഉണ്ട്. എന്നാലും ചില ആളുകൾ ഗൂഗിളിൽ സെർച്ച് ചെയ്തിട്ട് എന്ത് ചെയ്യും, ആ രൂപത്തിൽ ചെയ്യാറുണ്ട്. നമ്മളെ ഫോണിൽ തന്നെ ഡെസ്ക്ടോപ്പ് മോഡാക്കിയിട്ട്. നമ്മള് ബൂസ്റ്റ് ചെയ്യുമ്പോ എക്സ്ട്രാ ഓപ്ഷൻസ് ഉണ്ടാവൂലേ ഈ ലാപ്പ് ഉപയോഗിച്ച് ചെയ്യുമ്പോ? ബൂസ്റ്റിംഗ് എന്ന് പറഞ്ഞാൽ വേറെയാണ് വരുന്നത്. ഇതിൽ നമ്മള് വേറെ മെത്തേഡാണ്. രണ്ടും ഏകദേശം ഒരേപോലെ തന്നെയാണ്. ഇതിൽ നമുക്ക് പിന്നെ ഉള്ളൊരു ബെനിഫിറ്റ് പറഞ്ഞാൽ നിങ്ങൾ ചെയ്യുന്ന ആഡിന്റെ റിപ്പോർട്ടൊക്കെ കാണും. എത്ര ആളുകൾ കണ്ടു, എത്ര റീച്ചായി, പിന്നെ എത്ര എൻക്വയറീസ് വന്നു എന്നുള്ളതൊക്കെ അറിയാൻ പറ്റും. ഞാൻ ഇപ്പൊ ഈ പോസ്റ്റർ ഒക്കെ ചെയ്യുന്നത് ഇപ്പൊ പിക്സൽ ലാബ് എന്ന് പറഞ്ഞ ആപ്പ് ഉപയോഗിച്ചാണ്. ക്യാൻവനെക്കാട്ട് നല്ലത് ആ ആപ്പ് അല്ലേ? ക്യാൻവ ഇന്നിപ്പോ ക്യാൻവ ഉണ്ട് ഒരേപോലെ, പിന്നെ പിക്സലും ഉണ്ട്. രണ്ടും ഒന്നിപ്പോ കുറച്ചും കണ്ട് ട്രെൻഡിങ് ആയതാണ്. ക്യാൻവ കുറച്ച് പോയതാണ്. ക്യാൻവ ഞാൻ ഉപയോഗിക്കുന്നത്, പക്ഷേ ഫോണ്ട് ഒന്നും നമ്മൾ ഉദ്ദേശിച്ച പോലെ കിട്ടണില്ല മലയാളത്തിന്റെ. അല്ല, ഓരോരുത്തർക്കും ഓരോ ഇതാണ്. കുറച്ച് ഐഡിയ ഉള്ള ആളുകൾ എന്ത് ചെയ്യും, അങ്ങനത്തെ പിക്സല് ഫോട്ടോഷോപ്പ് ചെയ്യും. നോർമലായിട്ട് ഒന്നും അറിയാത്തവർ എന്ത് ചെയ്യും, ക്യാൻവ യൂസ് ചെയ്യുന്നതും ഏറ്റവും നല്ലത്. ഓരോരുത്തരെ ഇതിനനുസരിച്ചാണ്. പിക്സലാവുമ്പോ കുറച്ചും കൂടി നിങ്ങൾ യൂസ് ചെയ്ത ആളല്ലേ, ക്യാൻവയും പിക്സലും കൂടി കുറച്ച് മാറ്റമില്ല? നല്ല മാറ്റമുണ്ട്. അത് കുറച്ച് ക്രിയേറ്റിവിറ്റിയും വേണ്ടി വരും പിക്സൽ യൂസ് ചെയ്യണമെങ്കിൽ. നമ്മൾ ഉദ്ദേശിച്ച രീതിയിൽ പോസ്റ്റർ ഉണ്ടാക്കാൻ കഴിയുന്നുണ്ട്. ക്യാൻവയിൽ അത് പറ്റണില്ലല്ലോ.
ക്യാൻവയില് നമുക്ക് എലമെന്റ് ഒക്കെ വെച്ചിട്ട് ചെയ്യാൻ പറ്റും. അത് നമ്മളെ ടെംപ്ലേറ്റ്സ് ഫ്രീ ഉള്ള ടെംപ്ലേറ്റ്സ് മാത്രമേ യൂസ് ചെയ്തിട്ടുള്ളൂ. അത് ശരിയാ. അതില് എലമെന്റുകൾ വെച്ചിട്ട് നമ്മൾ അത് കുറച്ചൊരു ഇത് വേണം. കുറച്ച് നമ്മളൊന്ന് ചെയ്തിട്ട് ഒന്ന് പ്രാക്ടിക്കലായിട്ട് ചെയ്ത് നോക്കിയാല് റെഡി ആവും. നല്ല ഫോൺ വേണം തോന്നുന്നു ക്യാൻവ ഉപയോഗിക്കാൻ. ഹാങ് ആണ് ഇഷ്യൂ ഉണ്ട് തോന്നുന്നു. അത്ര പിന്നെ ഇത് വേണമില്ല. ഇന്നുള്ള ഫോണുകളൊക്കെ കുറച്ച് ഇതിനുള്ള തന്നെയാണ്. റാം കാര്യങ്ങളൊക്കെ ഉള്ള ഫോൺ തന്നെയാണ്. ഞാൻ മുമ്പ് ഉപയോഗിച്ചത് ഫോണിലാണ് ക്യാൻവ ഉപയോഗിച്ചിരുന്നത്. എനിക്കൊരു ചില സമയത്ത് ഒരു ഹാങ്ങിങ് പ്രശ്നം തോന്നിയിരുന്നു. അതോടായിരിക്കും. പിന്നെ ഈ ബിസിനസ് പ്രൊഫൈല് ക്രിയേറ്റ് ചെയ്യില്ല ഗൂഗിളില്, ഞാൻ ചെയ്തിട്ടില്ല. അതിന്റെ കാര്യങ്ങൾ ഇത് പഠിപ്പിക്കുന്നുണ്ടോ? ബിസിനസ് പ്രൊഫൈലിന്റെ ഇല്ല, നമ്മള് ഒന്ന് നോക്കിയിട്ട് ഇപ്പൊ നിലവിൽ ചെയ്യുന്നില്ല. പിന്നെ എന്താ ചെയ്യാൻ പറ്റിയതുള്ളത് നോക്കിയിട്ടൊന്നും അറിയില്ല. ബിസിനസ് പ്രൊഫൈല് സെറ്റ് ചെയ്യാനല്ലേ? നിങ്ങള് ഗൂഗിളില് ആണോ ഉദ്ദേശിച്ചത് അതോ വാട്സാപ്പിലാ? ഗൂഗിളില്. ഞാനൊന്ന് നോക്കിയിട്ട് അറിയിക്കാം എങ്ങനെയാണെന്നുള്ളത്. വേറെ ആർക്കെങ്കിലും എന്താ ചെയ്യാം? ഈ റസീൻ ക്രാഫ്റ്റ് പുതിയ ആളാണോ? ഹലോ, ആദിത്യ എന്നുള്ള ആളൊന്ന് സംസാരിക്കാം. ഹലോ, കേൾക്കുന്നുണ്ടല്ലോ? കേൾക്കുന്നുണ്ട് സർ. എന്റെ പേര് അനിത അനുജാണ്. ഓക്കെ. നിങ്ങള് എന്താ ഈ ക്ലാസ്സിൽ ജോയിൻ ചെയ്താ? ക്ലാസ് ഞാൻ കേൾക്കണ്ട സ്റ്റാർട്ട് ചെയ്തിട്ടേ ഉള്ളൂ. ക്യാൻവ ആപ്പ് ഡൗൺലോഡ് ചെയ്തിട്ടുണ്ട്. ആദ്യം ഏതാണ് ചെയ്യുന്നത്? ക്യാൻവ ആണോ അതോ മെറ്റാഡ്സ് ആണോ ചെയ്യുന്നത്? രണ്ടും ചെയ്യുന്നുണ്ട്. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ അറിയിച്ചാൽ മതി. പിന്നെ നിങ്ങൾക്ക് വേറെ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ഇപ്പൊ ചോദിക്കണമെങ്കിൽ നമ്മൾ ക്ലിയർ ചെയ്ത് തരാം. ഓക്കെ. ഞാൻ ക്ലാസ് കണ്ടിട്ട് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ പറയാം. ശരി. ഓക്കെ, താങ്ക് യു. ഈ മീറ്റിംഗിന്റെ ഫ്രീക്വൻസി എങ്ങനെയാണ്? എല്ലാ ആഴ്ചയിലും ഒരു മീറ്റിംഗ് ആണോ അതോ എങ്ങനെയാണ് ഇത് കണ്ടക്ട് ചെയ്യുന്നത്? നമ്മളൊരു വീക്കിലി ഇന്ററാക്റ്റീവ് സെക്ഷൻ ആണ്. നിങ്ങൾക്ക് എന്തെങ്കിലും കോഴ്സുമായിട്ട് ബന്ധപ്പെട്ട് ഡൗട്ട് കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നമ്മൾ ക്ലിയർ ചെയ്ത് തരും. പിന്നെ ബാക്കി വാട്സപ്പ് സപ്പോർട്ട് ഉണ്ട്, ഗ്രൂപ്പ് സപ്പോർട്ടും ഉണ്ട്. നിങ്ങളെ ക്ലാസ്സുകൾ അറ്റൻഡ് ചെയ്തിരുന്നോ എന്നറിയുമോ? സ്റ്റാർട്ട് ചെയ്തു. ഞാൻ 2 സെക്ഷൻസ്, അതായത് ഫേസ്ബുക്ക് പേജും ഇൻസ്റ്റാ പേജും അതൊക്കെ ഓൾറെഡി സെറ്റ് ആയി. അതൊക്കെ നമ്മൾ ആക്റ്റീവ് ആണ്. എൻഗേജ്മെന്റ് ക്യാമ്പയിൻ ഒക്കെ ഉണ്ടാവും. നിങ്ങള് നിലവിൽ എന്താണ് ഇത് ബിസിനസ്? ഇത് ഓൺലൈൻ ലേണിംഗ് ആണ്. ഓൺലൈൻ ലേണിംഗ് അല്ലേ? അപ്പോ 2 രീതിയിൽ ചെയ്യാൻ പറ്റും. നമുക്ക് ലീഡ്സ് ക്യാമ്പയിനും ചെയ്യാം, പിന്നെ അതുപോലെ എൻഗേജ്മെന്റും. ഏതെങ്കിലും ഇപ്പോ നിലവിൽ ചെയ്യുന്നുണ്ടോ? ഇല്ല, ഞാൻ ലീഡ്സ് ക്യാമ്പയിൻ, കാരണം ഓഗസ്റ്റിലാണ് സ്റ്റാർട്ട് ചെയ്യുന്നത് അക്കാഡമിക് ഇയർ. ഓൾറെഡി സ്റ്റാർട്ടഡ് ആണ്. ഇപ്പം ജൂൺ ജൂലൈ ബ്രേക്ക് ആണ്. ഓഗസ്റ്റിൽ വീണ്ടും റീസ്റ്റാർട്ട് ചെയ്യും. അപ്പൊ ഞാൻ ഒരു ജൂലൈ പകുതി ആകുമ്പോഴത്തേനും സ്റ്റാർട്ട് ചെയ്യാന്നുള്ളൊരു ധാരണയിലിരിക്കുകയാണ്. അതിന് മുമ്പ് നിങ്ങൾക്ക് വേണമെങ്കിൽ ഒന്ന് പ്രാക്ടിക്കലായിട്ട് നോക്കിയിട്ട് റെഡി ആക്കാം. അതെ, അതാണ്. എങ്ങനെയാണ് ഇത് വർക്ക് ചെയ്യുന്നത്, എന്താണ് ഇതിന്റെ ഒരു, കാരണം ഞാൻ ചെയ്തിട്ടില്ല. അപ്പോൾ അതെങ്ങനെ ആവും എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് ചെയ്യാന്ന് വിചാരിച്ചു. ക്ലാസ് കണ്ടിരുന്നോ പോലെ? ക്ലാസ് 2 ക്ലാസ് ഞാൻ പേജ് ക്രിയേഷൻ ബേസിക് കാര്യങ്ങൾ മാത്രമേ കണ്ടിട്ടുള്ളൂ. എന്റെ ഈ എങ്ങനെ ക്യാമ്പയിൻ ചെയ്യുക, എങ്ങനെ ലീഡ് ക്യാമ്പയിൻ ചെയ്യുന്നത് നോക്കിയിട്ടില്ല. അതിലേക്ക് പോകുന്നേ ഉള്ളൂ. 2 ദിവസം ആയുള്ളൂ എൻറോൾ ആയിട്ട്. ശരി. പിന്നെ ഇതിൽ ആർക്കെങ്കിലും ഡിസൈൻ സപ്പോർട്ട് വേണമെന്നുണ്ടെങ്കിൽ നമ്മൾ ചെയ്തു കൊടുക്കുന്നുണ്ട്. എങ്ങനെ ചെയ്തു കൊടുക്കുന്ന വെച്ച് കഴിഞ്ഞാൽ സപ്പോർട്ട് പോലെ, അത്രേ ഉള്ളൂ. പുതിയ
അല്ല, നമുക്ക് ടീമുണ്ട് ഡിസൈൻ ചെയ്യാനായിട്ട്. അപ്പൊ ആർക്കെങ്കിലും പുതിയ വേണമെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ചെയ്ത് കൊടുക്കാം സ്റ്റാർട്ടിങ്ങിന് വേണ്ടിയിട്ട്, അത്രേ ഉള്ളൂ. ആരെങ്കിലും ഉണ്ടെങ്കിൽ കോണ്ടാക്ട് ചെയ്യാൻ പറയാം. ഗ്രൂപ്പിലുണ്ട്, ബ്രെയിനക്സ് ലേണിംഗ് എന്നാണ് പ്രൊഫൈലിൽ പേരിട്ടേക്കുന്നത്. അപ്പൊ ആർക്കെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ ജസ്റ്റ് കോൺടാക്ട് ചെയ്താൽ മതി. ഡിസൈൻ വർക്ക് നമുക്ക് ടീമുണ്ട്, അപ്പൊ അധികം വർക്കില്ല നമ്മുടെ ടീമിന് ഇപ്പം. അപ്പോ ആർക്കെങ്കിലും വേണമെങ്കിൽ സപ്പോർട്ട് ചെയ്ത് ചെയ്തു തരാം. നിങ്ങള് ഏത് രീതിയിലാണ്, എങ്ങനെ പ്രീമിയം ആണോ ചെയ്യുന്നത്? ക്യാൻവ പ്രീമിയം ക്യാൻവയാണ് യൂസ് ചെയ്യുന്നത്. അത് പക്ഷേ ഡിസൈനർ ഉണ്ട്, അപ്പം ഡിസൈനർ വെച്ചിട്ട് നമുക്ക് ചെയ്യാൻ പറ്റും. അപ്പൊ ആർക്കെങ്കിലും സ്റ്റാർട്ടിങ്ങിൽ സപ്പോർട്ട് വേണമെന്നുണ്ടെങ്കിൽ അപ്പൊ നമുക്ക് ചെയ്ത് കൊടുക്കാൻ പറ്റും. അങ്ങനെ അത്രേ ഉള്ളൂ. വേറെ എന്തൊക്കെ കോഴ്സുകളാണ് ചെയ്യുന്നത്? നമ്മള് അക്കാഡമിക് പ്രോഗ്രാംസ് ആണ്, ഗ്രേഡ് 1 to ഗ്രേഡ് 12 ഉള്ള. പിന്നെ അതുപോലെ തന്നെ സ്കിൽ ഡെവലപ്മെന്റ് പ്രോഗ്രാം ഉണ്ട്, കോഡിങ്, മാത്സിന്റെ പ്രോഗ്രാം, അതുപോലെ തന്നെ സ്പോക്കൺ, അങ്ങനെ കുറച്ച് പ്രോഗ്രാംസ് ചെയ്യുന്നത്. മെയിൻ ആയിട്ട് ഫോക്കസ് ചെയ്യുന്ന അക്കാഡമിക് തന്നെയാണ്. എല്ലാ സബ്ജക്ട്സും ലാംഗ്വേജും ഉണ്ട്, എല്ലാ സിലബസും ഉള്ള. അങ്ങനെ അപ്പൊ ഞങ്ങൾക്ക് ഇപ്പൊ ഓൾറെഡി നമ്മുടെ പ്രൊഡക്റ്റിന്റെ ഡിസൈനിങ് പാർട്ടും കാര്യങ്ങളെല്ലാം കംപ്ലീറ്റ് ആയിട്ടിരിക്കുക. അങ്ങനെ തന്നെയാണ് നമ്മളെ കമ്മ്യൂണിറ്റിയിലുള്ള ആളുകൾക്ക് എന്തെങ്കിലും ഉണ്ടെങ്കിൽ നമ്മളെ ഹെൽപ്പ് ചെയ്യാറുണ്ട്. അതെ. അപ്പൊ ഇപ്പൊ ആര് സംസാരിക്കുന്ന കേട്ടു ഇതുപോലെ ഡിസൈനിങ്. കാരണം നമ്മൾ സ്റ്റാർട്ട് ചെയ്തപ്പോ അങ്ങനെയൊക്കെ തന്നെയായിരുന്നു, നമുക്കൊന്നും അറിയണ്ടായിരുന്നില്ല. അപ്പോ ആർക്കെങ്കിലും സപ്പോർട്ട് വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് ചെയ്ത് കൊടുക്കാവുന്നേ ഉള്ളൂ. അങ്ങനെ വേറെ ഡൗട്ട് കാര്യങ്ങളുണ്ടോ? നിങ്ങൾക്ക് എന്തെങ്കിലും ലൈവായിട്ട് ഡീറ്റെയിൽ അറിയണമെന്നുണ്ടെങ്കിൽ നമ്മളെ കാണിച്ചു തരാം. എനിക്കത് നെക്സ്റ്റ് മീറ്റിംഗ് ഒക്കെ ആകുമ്പോഴത്തെ ഒരുമാതിരി എല്ലാവർക്കും ഡൗട്ട് വരുമായിരിക്കും. കാരണം ഇപ്പൊ സ്റ്റാർട്ട് ചെയ്തുള്ളതുകൊണ്ട് അധികം അങ്ങനെ ഡൗട്ടില്ല. അത് ഞാൻ പോസ്റ്റ് ഒക്കെ വരുമ്പോഴത്തേനും ചിലപ്പം ഡൗട്ട്സ് വരാൻ സാധ്യതയുണ്ട്. അപ്പൊ ആ സമയത്ത് ഈ കമറൽ ഹുസൈൻ സംസാരിക്കും. ഹലോ, കേൾക്കുന്നില്ലേ? ഹലോ, കേൾക്കില്ലേ? ഞാൻ ഷോപ്പിലാണ്, അതുകൊണ്ട് കസ്റ്റമർ ഇടയ്ക്കിടയ്ക്ക്. ഓക്കെ. ഹലോ, കഴിഞ്ഞ പ്രാവശ്യമേ ഞങ്ങൾ യു എന്ന് എന്താ പോസ്റ്റ് ചെയ്യുന്ന ഒരാള് എന്താ മെസ്സേജ് സംസാരിച്ചിരുന്നു കഴിഞ്ഞ പ്രാവശ്യം നമ്മുടെ മീറ്റിങ്ങിൽ. അവരെ കോണ്ടാക്ട് ഇട്ടാണെങ്കിൽ അത് എങ്ങനെയാണ് ഇവിടുത്തെ സിസ്റ്റം എന്ന് അറിയാൻ വേണ്ടിയിട്ടായിരുന്നു. ആരാന്ന് ഓർമ്മയിട്ടില്ല. നിങ്ങളിപ്പോ സ്റ്റാർട്ട് ചെയ്തിട്ടില്ലല്ലോ? നിങ്ങള് നാട്ടിൽ നിന്ന് ചെയ്യാന്നല്ല പറഞ്ഞേ? അത് റെഡി ആയിട്ടുണ്ടാവും. നാട്ടിൽ നിന്ന് ചെയ്യാന്നുള്ളതാണ്. പിന്നെ ഞാൻ നോക്കുമ്പോ ഏകദേശം 5 ദിറംസ് 10 ദിറംസ് അങ്ങനെ ഒരു രീതിയിലൊക്കെ കാണുന്നത്. എത്ര നോക്കിയോ? ഏകദേശം 5 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏകദേശം 100 ചില്ലാനം ദിറംസ്, 100 ചില്ലാനം റുപ്യ വരും. കൂടുതലാണത്. കൂടുതലാണല്ലേ? ഇന്ത്യയിലാണെങ്കിൽ ഒരു മാക്സിമം 50, അതിൽ കൂടുതൽ പോകാൻ പാടില്ല. അപ്പൊ നിങ്ങള് ഇന്ത്യന്ന് നോക്കിട്ട് ചെയ്യേണ്ടി വരും. ഓക്കെ. ശരി, ഇവിടെ ആൾക്കാരുണ്ട്. അതെങ്ങനെ VPN ഇട്ട് വർക്ക് ചെയ്യോ? അങ്ങനെ വർക്ക് ചെയ്യാൻ പറ്റുമോ? അതായത് UAE ഇരുന്നുകൊണ്ട് ഇന്ത്യയിൽ നിന്ന് ആഡ് പോസ്റ്റ് ചെയ്ത് അതെല്ലാം ഇഷ്യൂ തന്നെ. അവർക്ക് പേയ്മെന്റിന്റെ ഇഷ്യൂ ആണ്. അവർക്ക് ഇന്ത്യയില് പേയ്മെന്റ് ചെയ്തിട്ട് അങ്ങനെ യൂസ് ചെയ്യാനാണ്. നിങ്ങളിപ്പോ എങ്ങനെ ചെയ്യാൻ? നിങ്ങൾ UAE-ലാണോ? UAE-ലാണത്. നിങ്ങൾക്കും അതേ ഒരു ഇഷ്യൂ വരും.
അപ്പൊ നമ്മളപ്പോ എന്ത് ചെയ്യേണ്ടത് വെച്ചാൽ ഇനീഷ്യൽ സെറ്റപ്പ് ഇന്ത്യന്ന് ചെയ്യേണ്ടി വരും. ഏത് ഫേസ്ബുക്കും ഇൻസ്റ്റയും അല്ല അങ്ങനെയാണോ അല്ല ഉദ്ദേശിച്ചത്? അല്ല അതിന്റെ മെറ്റ ഒരു പിന്നെ പേയ്മെന്റിന്റെ മെത്തേഡ് വരുന്നുണ്ട് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത്. അവിടെ ഓക്കെ. പിന്നെ നമുക്ക് കൺട്രി ഒക്കെ സെലക്ട് ചെയ്യാം. കൺട്രി അതേപോലെ നമ്മൾ യൂസ് ചെയ്യുന്ന ആ ഒരു കറൻസി ഒക്കെ കൊടുക്കാണ്ട്. അവിടെ ആ നമ്മൾ പുറത്ത് ഓരോ കൺട്രീസിനെ ബേസ് ചെയ്തിട്ടാണ് നമുക്ക് കൊടുക്കാൻ പറ്റുക. ഓക്കെ. അപ്പോൾ നിങ്ങളെ ഇപ്പോ അവിടെ ഇരുന്നിട്ട് ഇന്ത്യന്റെ കറൻസിയിൽ നമുക്ക് INR ചെയ്യാൻ പറ്റൂല. അപ്പോൾ ഇവിടുന്ന് ആരെങ്കിലും അതൊരു ഇനീഷ്യൽ ആയിട്ട് അതിന്റെ കാര്യങ്ങളൊക്കെ ചെയ്യണമെങ്കിൽ ബാക്കി പിന്നെ നിങ്ങൾക്ക് അവിടുന്ന് ഹാൻഡിൽ ചെയ്യാം. നിങ്ങളെ കയ്യിൽ ഇവിടുത്തെ എന്തെങ്കിലും പേയ്മെന്റ് സിസ്റ്റം ഉണ്ടെങ്കിൽ അത് വെച്ചിട്ട് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റും. ഓ അത് ശരി. ഓക്കെ. അത് ചെയ്യിപ്പിക്കാന്നുള്ളൂ, കുഴപ്പമില്ല. ഈ ആരിഫി ലത്തീഫി ഒന്ന് സംസാരിക്കോ? സംസാരിക്കാൻ ഒരു സംശയം ഉണ്ടായിരുന്നു. ഓക്കെ. പിന്നെ ഞാൻ രാവിലെ നിങ്ങളെ ബന്ധപ്പെട്ടിരുന്നല്ലോ. ഓക്കെ. പിന്നെ നമ്മള് ഇപ്പം എന്റെ എമൗണ്ട് ഇപ്പൊ ഒന്ന് തീർന്നിരുന്നു. അപ്പൊ നമ്മളൊരു കൂട്ടുകാരനോട് പറഞ്ഞു, കുറച്ചൊക്കെ ഇതിനെപ്പറ്റി ഐഡിയ ഉള്ളതാണെന്ന് പറഞ്ഞു. അപ്പൊ എന്നോട് പറഞ്ഞു പിന്നെ നിങ്ങൾ പറഞ്ഞല്ലോ ഓഫ് ചെയ്യാക്കല നല്ലതെന്ന്. അല്ല ഞാൻ അപ്പൊ ഞാൻ ഓഫ് ചെയ്യാൻ പറഞ്ഞത്. അതെ, പിന്നെ ഓഫ് ചെയ്യാൻ പറഞ്ഞു. അപ്പൊ ഓരോട് പറഞ്ഞാല് പേയ്മെന്റ് തീരുന്നവരെ. നിങ്ങള് ഇന്ന് പറഞ്ഞെന്ന് വെച്ചാൽ നിങ്ങളെ ബാച്ച് ആയി, അപ്പൊ ഞാൻ അതെ സ്റ്റോപ്പ് അതെ ചെയ്യുന്നത് അതെ അപ്പോഴേ ഞാൻ ഓഫ് ചെയ്യാൻ പറഞ്ഞേ. അതെ അതെ. അപ്പം മൂപ്പര് പറഞ്ഞപ്പോ എനിക്കൊരു ഡൗട്ട് വന്നാണ്. ഓക്കെ. എന്നോട് പറഞ്ഞാല് പിന്നെ പേയ്മെന്റ് തീരാനാണ് തീർന്നോട്ടെ, തീരുന്നേരം അങ്ങനെ റണ്ണ് ഓടിക്കോട്ടെ, കാരണം അടുത്ത ബാച്ച് എടുക്കുകയാണെങ്കിലും പിന്നെ വേഗം തുടങ്ങാലോ എന്ന് പറഞ്ഞു എന്നോട്. അപ്പൊ എനിക്കും തോന്നുന്ന അവനത് നല്ലത് വിചാരിച്ചു. അപ്പൊ ഞാൻ എന്ത് ചെയ്തു, ആ ക്യാഷ് തീരുന്ന വരെ ഞാൻ റണ്ണ് ഓൺ തന്നെ ആക്കിയിരുന്നു. പിന്നെ എനിക്ക് ഒരു 3-4 അങ്കറി പിന്നെയും വന്നിട്ടോ. അപ്പൊ ഞാനിപ്പോ എന്താ വെച്ചാൽ ഇപ്പൊ ഞാൻ വീണ്ടും അതിൽ പൈസ കഴിഞ്ഞപ്പോ ഞാനിപ്പോ തൽക്കാലം ഒരു ദിവസത്തിൽ ഒരു 300 കൂടി ആക്കി ഞാൻ പിന്നെ ഫണ്ടിൽ ആഡ് ചെയ്തിട്ടുണ്ട്. എനിക്ക് ഡൗട്ട് എന്താ വെച്ചാൽ നമ്മളിപ്പോ ഇനിയിപ്പോ ഈ റൺ ചെയ്ത് കൊണ്ടിരിക്കുന്നുണ്ടല്ലേ, നമുക്കിപ്പോ ആ പോസ്റ്ററിന്റെ ഇത് മാറ്റണം എന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഇനിയിപ്പോ എനിക്ക് ആ പോസ്റ്റർ മാറ്റി വീഡിയോ ആക്കണം, റൺ ചെയ്തുകൊണ്ടിരിക്കുന്നതിന്റെ ഇടയിലേ ഇങ്ങനെ മാറ്റണം എന്നുണ്ടെങ്കിൽ അതിന് ഓപ്ഷൻ ഉണ്ടോ? ഓപ്ഷൻ ഉണ്ട്, എഡിറ്റ് ചെയ്യാൻ. ആ എഡിറ്റ് ബട്ടണിൽ പോയിട്ട് അവിടെ ചേഞ്ച് ചെയ്താൽ മതിയല്ലോ അല്ലേ? അതെ, എഡിറ്റില് അല്ല ഇവിടെ ഓഫ് ചെയ്യേണ്ട ആവശ്യമില്ല. ഓഫ് ചെയ്യേണ്ട ആവശ്യമില്ല. എഡിറ്റ് ചെയ്തിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഇപ്പോഴുള്ള പിക്ചർ ഡിലീറ്റ് ചെയ്യുക, എന്നിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക, അവിടെ ഒരു വീഡിയോ അപ്ലോഡ് ചെയ്യാം. പക്ഷെ നിങ്ങൾക്ക് ഇപ്പൊ പോസ്റ്റർ ചെയ്തതിന്റെ റിസൾട്ട് കിട്ടുമോ എന്നുള്ളത് നമ്മൾ നോക്കേണ്ടി വരും. അല്ല ഞാൻ ഇപ്പൊ മാറ്റണല്ലോ, നമ്മൾ ഇൻ കേസ് അങ്ങനെ വീഡിയോ ഒക്കെ ചെയ്യേണ്ടി വന്നാലേ. അല്ല, ഏറ്റവും നല്ലത് പുതിയതായിട്ട് ചെയ്യുന്നതാവും നല്ലത്. എന്താ അങ്ങനെ പറയാൻ കാരണം വെച്ചാല്, അഥവാ നിങ്ങൾക്ക് പുതിയ അതിന് ചെയ്യുകയാണെങ്കിൽ ഇത് ഓഫ് ആക്കിയിട്ട് ചെയ്യണ്ടേ? ഇല്ല, ഓഫ് ആക്കണം. ഇത് ഓഫ് ചെയ്യണം. അപ്പൊ നിങ്ങൾക്ക് അല്ല രണ്ടും ആണെന്നുണ്ടെങ്കിലാണ് ഓൺ ആക്കേണ്ടത്. അപ്പൊ ഇത് ഓഫ് ആക്കിയിട്ട് നമ്മൾ പുതിയ ചെയ്താൽ മതി, അങ്ങനെ ആവുമ്പല്ലേ? ഞാൻ പറയാൻ കാരണം എന്ന് വെച്ചാല്, നിങ്ങൾക്ക് ഇതിൽ എഡിറ്റ് ചെയ്യുമ്പോ പിന്നെ നിങ്ങൾ ഇപ്പോ അത് എഡിറ്റ് ചെയ്തിട്ടല്ലേ ചെയ്യുന്നേ. അതുവരെ നിങ്ങൾക്ക് ആ വീഡിയോ ആഡിന് റിസൾട്ട് കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇത് കണ്ടിന്യൂ ചെയ്യാം. അപ്പോ നിങ്ങൾ ഇതിൽ എഡിറ്റ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് രണ്ടും ഇല്ലാത്ത അവസ്ഥ ആവും. പുതിയതായിട്ട് പുതിയ ചെയ്യാമല്ലേ? പുതിയത് ചെയ്തിട്ട് നിങ്ങൾക്ക് റിസൾട്ട് കുറവാണെങ്കിൽ അപ്പൊ എന്ത് ചെയ്യാം, ആദ്യം മുമ്പുള്ള റിസൾട്ട് ഉള്ള ക്യാമ്പയിൻ നിങ്ങൾക്ക് കണ്ടിന്യൂ ചെയ്യാം. എഡിറ്റ് ചെയ്യുമ്പോൾ അതിന്റെ അത് പോകും. ശരിയാണ്. അതിൽ എഡിറ്റ് മറ്റേ നമുക്ക് ആ ഓഫ് ആക്കി ഓൺ ആക്കിയിട്ട് പിന്നെ അത് കണ്ടിന്യൂ ചെയ്താൽ മതി അല്ലേ? അതെ. അത് ജസ്റ്റ് ഒന്ന് ഓൺ ആക്കി കൊടുത്താൽ മതി. ഓക്കെ. ആ സംശയം ഉണ്ടായിരുന്നു, ഇപ്പൊ ക്ലിയർ ആയി. ഏതായാലും നമുക്ക് പിന്നെ ഞാനിപ്പോ ഫസ്റ്റ് ബാച്ച് നിങ്ങളോട് സന്തോഷം പറയാണ്. നമ്മളെ ബാച്ചിൽ സാധാരണ 10-15 ആളൊക്കെ ഉണ്ടാവര്. ഇപ്പൊ ഈ ബാച്ചിൽ ഇപ്പൊ നമ്മൾ തുടങ്ങിയ ബാച്ചിൽ ഒരു 36 ആള് ഉണ്ട്. അപ്പൊ ഇന്ന് റിസൾട്ട് ഉണ്ട്. പിന്നെ ഒരു 4 ആൾ ഇപ്പൊ രണ്ടാം ബാച്ചിന് ഞാൻ ഒന്നുകൂടി ആഡ് ചെയ്യാന്നില്ല, അടുത്ത ആഴ്ച വേണേൽ തുടങ്ങാനുള്ള ആൾക്കേ. അപ്പൊ അതിലൊരു 4 ആളും പേയ്മെന്റ് ചെയ്ത് ബുക്ക് ചെയ്തിട്ടുണ്ട്. അത് നിങ്ങളോട് സന്തോഷം, നന്ദി അറിയിക്കാം. ടോട്ടൽ എത്ര പേയ്മെന്റ് ചെയ്തു നിങ്ങൾ ഇതിനു വേണ്ടി? ഞാന് 1000 റുപ്യാണ് പിന്നെ ചെയ്ത്. 1000 റുപ്യ ചെലവാക്കി. നിങ്ങൾക്ക് അഡ്മിഷൻ വന്ന് 299 വെച്ചിട്ടല്ലേ? 299 വെച്ചിട്ട് 35-36 ഞാനടക്കം 35 ആളുണ്ട് മൊത്തം. അപ്പൊ ഏകദേശം 10,000 നിങ്ങൾക്ക്
ഈ 1000 ചെലവാക്കിയിട്ട് കിട്ടിയെന്നാണ് കിട്ടി. അല്ലേ? അതെ, അപ്പൊ 9,000 നമുക്ക് ഇതാണ്. ആ ഓക്കെ ഓക്കെ. അപ്പൊ നിങ്ങൾക്ക് മനസ്സിലായില്ലേ ഇതിന്റെ ഒരു മനസ്സിലായി. ഓ, അതെ, നിങ്ങളോട് നന്ദി പറയണേ. ആ ഓക്കെ ഓക്കെ. ഓരോരുത്തർക്കും ഓരോ റിസൾട്ട് ആണ്. ചിലർക്ക് ഞാന് പിന്നെ നിങ്ങളെ ഇതിന്റെ കൂടെ തന്നെ വേറൊരു ക്യാമ്പയിന്റെ ഒരു കോഴ്സും കൂടി ഞാൻ നിങ്ങളെ ഇതിന് മുമ്പ് ഞാൻ ഒന്നും കൂടി ചെയ്തിരുന്നു. ചെയ്യെല്ലാം ക്ലാസ് പങ്കെടുത്തിരുന്നു. പക്ഷെ അതെനിക്ക് ഞാൻ അത്ര സാറ്റിസ്ഫൈഡ് ആകത്തോണ്ട് നിങ്ങളെ ഓടിച്ചു വിടാണ്. ഒന്ന് ഇതിന്റെ ക്യാമ്പയിൻ എന്ന് പറയുമ്പോൾ ഒരുപാട് ഓപ്ഷൻ ഉണ്ടല്ലോ ഇതില്. അപ്പൊ ഇത് നമുക്ക് പതുക്കെ പറഞ്ഞാൽ തന്നെ തിരിയാത്തൊരു ഇതാണ്. അപ്പൊ പിന്നെ ഓടിച്ചു വിടുമ്പോ നമുക്കൊരു ഇതല്ലേ. അപ്പൊ പിന്നെ ഞങ്ങളത് നിങ്ങളെ ക്ലാസ് എനിക്ക് നല്ല ഉഷാറായിട്ടുണ്ട്. ഏകദേശം എത്ര എൻക്വയറി വന്നിക്കണ അറിയാം നിങ്ങൾക്ക്? അതിലിപ്പോ എൻക്വയറി ഒരുപാട് വന്നിട്ടുണ്ട്. നമ്മളത് ശരിക്കും നോക്കണം. നിങ്ങൾക്ക് എത്ര എൻക്വയറി വന്നേ. അപ്പോ ഇപ്പൊ ഒരു 100 എൻക്വയറി വന്നിട്ട് അതിന് 10 നിങ്ങളുടെ അടുത്ത് നിന്ന് വാങ്ങിച്ചാല് നമുക്ക് എത്ര, അത് 10% എന്നാണ് പറയാ. അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യാ, ഇന്ന് പോയിട്ട് ടോട്ടൽ എത്ര എൻക്വയറി വന്നിക്കണെന്ന് നോക്കാം. അത് അതിൽ പിന്നെ ടുഡേ യെസ്റ്റർഡേ അതിൽ നോക്കിയാ പോരെ. ആ ക്യാമ്പയിന് ഇട്ടിട്ട് നിങ്ങൾ എന്ത് ചെയ്യാ, മാക്സിമം എന്ന് പറഞ്ഞ ഡേറ്റ് കൊടുക്കുക. ഡേറ്റിൽ മാക്സിമം എന്ന് പറഞ്ഞിട്ടുണ്ടോ, അത് കൊടുത്താൽ അവിടെ ഉണ്ടാവും കൺവേർഷൻ എത്ര ആയിന്നുള്ളത്. നോക്കി കഴിഞ്ഞാൽ അപ്പൊ 35 ആണെങ്കിൽ അതിന്റെ എത്ര ശതമാനം നിങ്ങൾക്ക് റിസൾട്ട് കിട്ടിയെന്ന് അറിയാൻ പറ്റും. നമുക്ക് അങ്ങനെ കാൽക്കുലേറ്റ് ചെയ്ത് നോക്കുമ്പോഴേ നമുക്ക് റിസൾട്ട് ഉണ്ടാവുള്ളൂ. പിന്നെ നിങ്ങൾക്ക് വന്നിട്ടുണ്ട്. ഓക്കെ, അതായാലും താങ്ക് യു. ഓക്കെ. വേറെ ആർക്കെങ്കിലും ഡൗട്ട് കാര്യങ്ങളുണ്ടോ? ഈ ഡെക്കൻസ് എന്ന പേരുള്ള ആളൊന്ന് സംസാരിക്കും. ഹലോ. ആ, നിങ്ങള് പുതിയതായിട്ട് ജോയിൻ ചെയ്തല്ലേ? അല്ല, ഒരു മാസം ജോയിൻ ചെയ്തതാണ്. എന്തെങ്കിലും ക്ലാസ് അറ്റൻഡ് ചെയ്തിരുന്നോ നമ്മളെ? 2-3 ക്ലാസ് അറ്റൻഡ് ചെയ്ത് നോക്കിയിട്ടുണ്ടായിരുന്നു, കംപ്ലീറ്റ് ചെയ്തിട്ടില്ല. അപ്പൊ എന്തെങ്കിലും ബിസിനസ് ആണ് ചെയ്യുന്നത്? നാട്ടില് മൊബൈലിന്റെ കമ്പ്യൂട്ടർ ഷോപ്പാണ്. ഇവിടെ ഇന്ത്യയിലല്ലേ? ഇവിടെ അല്ല. അല്ല, ഇന്ത്യയിലുണ്ട്, പിന്നെ ഖത്തറിലും ചില ബിസിനസ് ഉണ്ട്. അതിനെ റൺ ചെയ്തിട്ടില്ല. ഇവിടെ കേരളത്തിലുള്ള ചെയ്ത് നോക്കി, പക്ഷെ അതില് റീച്ചൊക്കെ ഉണ്ട്, പക്ഷെ ഒന്നും കൺവെർഷനോ അങ്ങനത്തൊന്നും നടക്കുന്നില്ല കാര്യമായിട്ട്. ഒരു പോസ്റ്റർ മാത്രമേ ചെയ്തിട്ടുള്ളൂ? അവയർനെസ്സിന് വേണ്ടി 2 ചെയ്തിട്ടുണ്ടായിരുന്നു. അവയർനെസ്സിന് വേണ്ടിയിട്ട് നിങ്ങൾ അവയർനെസ്സിന് വേണ്ടിയിട്ട് ചെയ്താൽ നിങ്ങൾക്ക് കൺവേർഷൻ വരില്ല. അവയർനെസ് എന്ന് പറയുമ്പോൾ നമ്മള് പക്ഷെ അതുകൊണ്ട് ആളുകൾ ഷോപ്പിൽ വരണമെന്നുള്ളൂ. പക്ഷെ നിങ്ങൾക്ക് നേരിട്ട് ഓൺലൈൻ ആയിട്ട് ചെയ്യാൻ പറ്റുമോ? അവർക്ക് സാധനം സെയിൽ ചെയ്യാൻ പറ്റുമോ ഓൺലൈൻ ആയിട്ട്? ഇല്ല, ഞാൻ ഒന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കി വെച്ചാല് നല്ലൊരു ആരും കൊടുക്കാതെ ഒന്ന് ടെസ്റ്റ് ചെയ്യാൻ വേണ്ടിട്ടാണ്. ഏകദേശം 50% ഓഫിൽ തന്നെ സാധനം കിട്ടും. ഒന്ന് ചെക്ക് ചെയ്യാൻ വേണ്ടിട്ടാണ്. ഇത് നമ്മൾ ലോക്കൽ വർക്ക്ഔട്ട് ചെയ്യാൻ വേണ്ടി അറിയാൻ വേണ്ടിട്ട്. ആരെങ്കിലും ഷോപ്പിൽ വന്നോ എന്നിട്ട് ആഡ് ഇട്ടിട്ട്? അതുമായി ബന്ധപ്പെട്ട് കാര്യമില്ല, ഒരു 2-3 ആൾക്കാർ എത്തിയിട്ടുള്ളൂ. എത്ര എമൗണ്ട് സ്പെൻഡ് ചെയ്യുമ്പോൾ അതിനു വേണ്ടി? ഏകദേശം ഒരു 8,000 ആൾക്കാരൊക്കെ റീച്ച് ആയി. 500 സ്പെൻഡ് ആയി. അതപ്പോ ഏതെങ്കിലും ഏജൻസിയാണോ ഇത്, നിങ്ങൾ തന്നെ? അല്ല, ഞാൻ തന്നെ ചെയ്തത്. സാറിന്റെ ക്ലാസ് ഞാൻ മുന്നേ ഡിജിറ്റൽ മാർക്കറ്റിംഗ് കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു, കുറെ കാലം ചെയ്തിട്ടില്ല. അപ്പൊ സാറിന്റെ അവയർനെസ് ക്യാമ്പയിൻ കണ്ടപ്പോ ഒരു ഐഡിയ കിട്ടി, ഞാൻ ചെയ്തതാണ്. പക്ഷെ നിങ്ങള് കോണ്ടാക്ട് ചെയ്യാത്തതുകൊണ്ടുള്ള ഒരു പ്രശ്നമാണ്. നമ്മൾ അറിയണമെന്നുണ്ടെങ്കിൽ ആ രീതിയിൽ നിങ്ങൾക്ക് ഒന്ന് സപ്പോർട്ട് ചെയ്ത് തരാം. എൻഗേജ്മെന്റ് ആവുമ്പോ നിങ്ങൾക്ക് ഓൺലൈൻ ആയിട്ട് കൊടുക്കാൻ പറ്റുമോ? ഓൺലൈൻ ആയിട്ട് നിങ്ങൾക്ക് കൊടുക്കാൻ പറ്റുമോ? ഡെലിവറി ചെയ്യണം. അത് നമ്മൾ ആലോചിച്ചിട്ടില്ല, ഒന്ന് ആലോചിച്ച് നോക്കണോ? അല്ല, നമ്മള് ഇനിയുള്ള ഒരു കാലഘട്ടം എന്ന് പറഞ്ഞാൽ ആ രീതിയിലൊക്കെയാണ്. നമ്മൾ ഓഫ്ലൈന് മാത്രം ആളുകൾ ഷോപ്പിൽ വരും എന്ന് വിചാരിച്ചിരുന്നാല് നമ്മൾ കാര്യങ്ങൾ മുന്നോട്ട് പോകില്ല. അപ്പോൾ നമ്മൾ ഓൺലൈനായിട്ടും കൂടി നമുക്ക് എങ്ങനെയൊക്കെ എത്തിച്ചു കൊടുക്കാൻ പറ്റുന്ന ആ രീതിയിൽ. ഇപ്പോൾ ഒരുപാട് ആളുകൾ ആ ഒരു മേഖലയിൽ ഇറങ്ങിയിരിക്കണ്. ഇപ്പോൾ ഈ ആമസോണ്, അതേപോലെ തന്നെ അതിൻ്റെ
ബൈ ആയിട്ടുള്ള ഈ സ്പോട്ടിഫൈ അങ്ങനത്തെ ഒക്കെ വെച്ചിട്ട് കുറെ ആളുകൾ ഇറങ്ങിയിട്ടുണ്ട്. ഓൺലൈനായിട്ട് കൊടുക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ നല്ലതാണ്, എനിക്ക് സ്റ്റാർട്ട് ചെയ്യാൻ പറ്റും. ലീഡ് ജനറേഷൻ ചെയ്യേണ്ടി വരും അല്ലേ? ഓൺലൈൻ ലീഡ്സ് ചെയ്യാം, പിന്നെ അതുപോലെ എൻഗേജ്മെന്റും ചെയ്യാം. ആ ഈ ലോക്കലില് ബ്രാൻഡ് അവയർനെസ് കൂടുതൽ ചെയ്തിട്ട് കാര്യമുണ്ടോ? ഷോപ്പിലേക്ക് കൂടുതൽ ആൾക്കാർ എത്തിക്കാൻ ചില വേണ്ടി? ആളുകൾക്ക് റിസൾട്ട് ഉണ്ട്, ചില ആളുകള് പറയുന്നത് അറിയുന്നില്ല എന്നാണ്. ഓരോ മേഖലക്ക് അനുസരിച്ചാണ്. ഇപ്പോൾ നമ്മളൊരു പിന്നെ മെഡിക്കൽ ആ ഒരു മേഖലയുമായിട്ട് ബന്ധപ്പെട്ട ഒരാൾ പറഞ്ഞു, എൻ്റെ അടുത്ത് ഷോപ്പിൽ ഒരുപാട് ആളുകൾ വന്നിരുന്നു, അവരൊക്കെ കണ്ടു എന്ന് പറഞ്ഞു. പിന്നെ നമുക്ക് കഴിഞ്ഞ മീറ്റിങ്ങിൽ, അതിന് മുമ്പത്തെ മീറ്റിങ്ങിൽ ഒരാൾ പറഞ്ഞിരുന്നു ഹോട്ടലുമായിട്ട് ബന്ധപ്പെട്ട് കാര്യമായിട്ട് റിസൾട്ട് കിട്ടിയില്ല. കാരണം ഇതൊരു 5 കിലോമീറ്ററിന്റെ റേഡിയസിൽ വരുന്ന ഒരു ബിസിനസ് ആണ്, അതിനപ്പുറത്ത് ഓഡിയൻസ് ഉണ്ടാവില്ല. പക്ഷേ വേറൊന്നുണ്ട്, നിങ്ങൾ ആ ഒരു 5 കിലോമീറ്ററിന്റെ ഉള്ളിൽ ഇത് വാങ്ങിക്കാനുള്ള ആളുകൾ വേണ്ടേ? നമ്മള് കുറച്ചും കൂടി വൈഡായിട്ട് ചെയ്യുമ്പോൾ നമുക്ക് കുറച്ചും കൂടി പൊട്ടൻഷ്യൽ ഉണ്ട് അത് വാങ്ങിക്കാൻ. അല്ലെങ്കിൽ നിങ്ങള് ആ ഒരു മേഖലയുമായിട്ട് ബന്ധപ്പെട്ടുള്ള ഇത് നോക്കണം. നിങ്ങളെ പിന്നെ ആ ഒരു പ്രോഡക്റ്റ് വാങ്ങിക്കാൻ സാധ്യതയുള്ള ആളുകൾ എവിടെയാണ് കൂടുതലുള്ളത് എന്നുള്ളത് നമ്മൾ നോക്കിയിട്ട് അങ്ങനെയൊക്കെ പരസ്യം ചെയ്യുന്ന ഒരുപാട് ആളുകളുണ്ട്. ഇപ്പോൾ ചില ഓൺലൈൻ ആണെങ്കിൽ നോക്കിയാണ് ഞാൻ പറയുമ്പോൾ, ഓൺലൈൻ ആണെങ്കിൽ നോക്കിയാ ഇപ്പൊ ലോക്കൽ ബിസിനസ് ആകുമ്പോൾ ആ ചുറ്റുപാടുള്ള ആൾക്കാർ നിൽക്കുന്ന ഭാഗത്ത് എന്തെങ്കിലും ഇൻസ്റ്റിറ്റ്യൂഷൻ അങ്ങനത്തെ എന്തെങ്കിലും ഉണ്ടോ ഇത് വാങ്ങിക്കാൻ പറ്റിയ? അല്ല, ഇതെല്ലാവർക്കും ആവശ്യം വരുന്നത് മൊബൈൽ കമ്പ്യൂട്ടർ ആക്സസറീസും കാര്യങ്ങളൊക്കെ അല്ലേ, മൊബൈലൊക്കെ അല്ലേ, അപ്പൊ എല്ലാവർക്കും ആവശ്യം വരും. ഓഡിയൻസ് എന്ന് പറയുമ്പോൾ നമുക്ക് ടാർഗറ്റ് ഓഡിയൻസ് ആൾമോസ്റ്റ് എല്ലാവരും സെലക്ട് ചെയ്യാം. അല്ല, ഞാൻ പറഞ്ഞത് എല്ലാവർക്കും ആവശ്യമുണ്ട്, പക്ഷെ അത്രത്തോളം ഷോപ്പും ഇല്ലേ എല്ലാം ടൗണിലോ. ഇപ്പൊ നമ്മൾ ഓരോ സിറ്റിയിൽ നോക്കുകയാണെങ്കിൽ നിങ്ങളെ ഏരിയയില് ഒരു ഷോപ്പ് തന്നെ ഉള്ളോ? കാര്യമായിട്ട് അവിടെ ഒരു ഷോപ്പേ ഉള്ളൂ, പിന്നെ കുറച്ച് എന്താണ് ഒരു 2 കിലോമീറ്റർ കഴിഞ്ഞിട്ടേ ഉള്ളൂ. അതെ, നിങ്ങൾ എൻഗേജ്മെന്റിൽ ഒന്ന് ചെയ്ത് നോക്കിയോ ആ ഒരു ചുറ്റളവില് കിട്ടുമോന്നുള്ളത്. അപ്പോ വാട്സപ്പിലും കൂടി ആളുകൾ അവയർനെസ് ആകുമ്പോൾ ആളുകൾക്ക് ബന്ധപ്പെടാൻ പറ്റില്ല, നിങ്ങളെ ഷോപ്പിൽ നേരിട്ട് വരാനേ പറ്റുള്ളൂ. വാട്സപ്പ് വഴി ചെയ്യുമ്പോൾ നിങ്ങൾക്ക് അവർക്ക് എന്ത് ചെയ്യാം, നിങ്ങളുടെ അടുത്ത് ചാറ്റിന്റെ ഒരു ഓപ്ഷൻ ഉണ്ട്, പിന്നെ കോൾ ചെയ്യാനും പറ്റും. അപ്പൊ ആ ഒരു ഓപ്ഷൻ എങ്ങനെ അപ്പൊ ഈ ഇവര് പറഞ്ഞ ആരിഫ് ലത്തീഫി എന്ന് പറഞ്ഞ ആള് ഒരു എൻഗേജ്മെന്റ് ക്യാമ്പയിൻ ആണ് ചെയ്തത്. അവർക്ക് വാട്സപ്പ് വഴിയാണ് എൻക്വയറി ചെയ്യുന്നത്. നമ്മളൊക്കെ ഇപ്പോ നിലവിൽ ചെയ്യുന്ന ആ രൂപത്തിൽ തന്നെയാണ്. പക്ഷെ അവയർനെസ് നമുക്ക് വാട്സ്ആപ്പ് ബട്ടൺ സെറ്റ് ചെയ്യാൻ പറ്റില്ലേ? ഇല്ല, അവയർനെസ് ക്യാമ്പയിനിൽ നമുക്ക് കൺവേർഷൻ ഇല്ല. നിങ്ങൾ ഒരു മാസം മുമ്പ് ക്ലാസ് കണ്ടാണല്ലേ? അപ്പോ നമ്മളെ ക്ലാസ് ഒക്കെ ഒന്ന് മാറ്റിയിട്ടുണ്ട്, ഇപ്പോ പുതിയതായിട്ട് അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ട് 2 ആഴ്ചന്റെ ഉള്ളിൽ. നിങ്ങളെ ആപ്പിൽ കയറിയിട്ട് നമ്മൾ പുതിയൊരു ക്ലാസ് ഉണ്ട് എൻഗേജ്മെന്റ് ക്യാമ്പയിന്റെ, അതൊന്ന് കണ്ടു നോക്കിയാൽ നിങ്ങൾക്ക് ഏകദേശം കാര്യങ്ങൾ ഐഡിയ കിട്ടും. എന്നിട്ടൊന്ന് നിങ്ങൾ വാട്സപ്പിൽ കോണ്ടാക്ട് ചെയ്യുക, അല്ലെങ്കിൽ ഗ്രൂപ്പിൽ എങ്ങനെയെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ഒന്ന് അറിയിച്ചാൽ മതി. അപ്പം നമുക്ക് നോക്കാം റിസൾട്ട് ഉണ്ടാവും എന്നുള്ളത്. എന്നിട്ട് വലിയ എമൗണ്ട് നിങ്ങൾ സ്പെൻഡ് ചെയ്യണ്ട, ആദ്യം ചെറിയ എമൗണ്ട് നോക്കിയിട്ട് നമ്മൾ റിസൾട്ട് ഉണ്ടെങ്കിൽ മാത്രം ചെയ്താൽ മതി. ശരി, ഞാൻ തിങ്കളാഴ്ച റൺ ചെയ്തിട്ട് സ്റ്റാറ്റസ് ഇടാം. ഈ സുഭാഷ് കുമാർ കുറച്ചായാലും നമ്മളെ ക്ലാസ്സിൽ ജോയിൻ ചെയ്തിട്ട് ഒന്ന് ഉണ്ടാകുക. ഹലോ ഒന്ന് മ്യൂട്ടാണ്, മ്യൂട്ട് ആകും. ഒരു മൈക്കിന്റെ ചിഹ്നം നിങ്ങള് ഹലോ,
നിങ്ങളെ ഹലോ ഹലോ ഞാൻ നിങ്ങളെന്താ ചെയ്യുന്നത് വോയിസ് ഞാനൊന്നും ചെയ്യുന്നില്ല. ഞാൻ ട്രൈ ചെയ്ത് എനിക്കങ്ങനെ ശരിയാവുന്നില്ലായിരുന്നു. അപ്പൊ ഞാനത് വീണ്ടും ക്ലാസ് അറ്റൻഡ് ചെയ്തിട്ട് നോക്കാന്ന് കരുതി. നിങ്ങള് ക്ലാസ്സുകൾ അറ്റൻഡ് ചെയ്യണം. നമ്മളെ ക്ലാസ്സുകൾ അറ്റൻഡ് ചെയ്തിട്ടുണ്ട്. എല്ലാവരും ഇതുകൂടെ നിങ്ങള് വേറെ ഫോൺ യൂസ് ചെയ്തത് ഞാൻ പറഞ്ഞിട്ടുണ്ട്. അവിടെ വേറെ ഫോൺ ഓ കേൾക്കുന്നില്ല. എന്തോ ഹലോ എന്താ മനസ്സിലായില്ല. അതെ ഞാൻ പറഞ്ഞ എനിക്ക് ഇവിടെ കേൾക്കണം. അതാണ് നിങ്ങളെ മ്യൂട്ട് ആക്കുമ്പോഴാണ് പ്രശ്നം. ഇല്ല, മ്യൂട്ട് ചെയ്തിട്ടില്ല. ഓപ്പൺ ആക്കിണ്ട്. അല്ല, ഓപ്പൺ ആണല്ലോ. ലാപ്ടോപ്പിൽ ഓൺ ചെയ്തിട്ടുണ്ടോ? ഇല്ല. ഓക്കെ, ഇവിടെ റീസൗണ്ട് വരുന്നുണ്ട്. നിങ്ങൾ മ്യൂട്ട് എടുക്കുമ്പോ റീസൗണ്ട് ആണ്. എന്റെ മൊബൈലിലാണ് കാണുന്നത്. ഓക്കെ. നിങ്ങള് വാട്സപ്പിലൊന്ന് മെസ്സേജ് അയച്ചോ. വാട്സപ്പിലൊന്ന് മെസ്സേജ് അയക്കുമ്പോൾ നിങ്ങൾ പേഴ്സണലായിട്ട് അപ്പൊ എന്തൊക്കെയാണ് പറഞ്ഞാ. വേറെ എന്തെങ്കിലും ഡൗട്ടോ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ചോദിക്കട്ടോ. ഗുഡ് ഈവനിങ്. എൻ്റെ ഒരു ഡൗട്ട്, നമ്മളൊരു ക്യാമ്പയിൻ റൺ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ അതിന്റെ ജോഗ്രഫിക്കൽ ഏരിയ മാറ്റി കൊടുത്തു കഴിഞ്ഞാൽ അത് എഡിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ വീണ്ടും ഈ ഒപ്റ്റിമൈസേഷൻ പ്രോസസ്സ് വീണ്ടും നടക്കുമോ? അതിന്റെ ആ ഒരു ഡിലേ വീണ്ടും ഉണ്ടാവുമോ? അത് ഒപ്റ്റിമൈസേഷൻ പ്രോസസ്സ് രണ്ടാമത് നടക്കും. നിങ്ങൾ ഒരു ക്യാമ്പയിനിൽ എന്ത് എഡിറ്റ് ചെയ്ത് കഴിഞ്ഞാലും പിന്നെ ഒരു 3 ദിവസം അത് ലേണിംഗ് പീരീഡ് ആണ് അതിന്റെ ഫേസ്ബുക്കിന്റെ. ബജറ്റ് കുറച്ച് കഴിഞ്ഞാൽ എന്തുണ്ടാവും? അപ്പോഴും ഈ ഒപ്റ്റിമൈസേഷൻ ബജറ്റ് കുറയ്ക്കണതോ കൂട്ടണതോ ഒപ്റ്റിമൈസേഷനെ ബാധിക്കുമോ? അതായത് ഓൾറെഡി റണ്ണിങ് ക്യാമ്പയിനിൽ ഇപ്പൊ നമ്മളിപ്പോ 200 rupees ഡെയിലി ചെയ്തുകൊണ്ടിരുന്നത് നമ്മൾ ഒരു 150 ആക്കി കുറയ്ക്കാൻ ചില ദിവസങ്ങൾ, അല്ലെങ്കിൽ സാറ്റർഡേ സൺഡേ ഓഫ് ചെയ്തിടുകയാണെങ്കിൽ വീണ്ടും മൺഡേ ഓൺ ചെയ്ത് കഴിഞ്ഞാൽ വീണ്ടും ഈ ഒപ്റ്റിമൈസേഷൻ പ്രോസസ്സ് വീണ്ടും വേണ്ടി വരും. അതെ. പക്ഷെ നമുക്ക് റിസൾട്ട് ഉണ്ടാവും മുമ്പത്തിനേക്കാളും. ആദ്യം ചെയ്ത അതേപോലെ ആവില്ല, റിസൾട്ട് പെട്ടെന്ന് വരും. അതായത് നിലവിൽ ഇപ്പൊ ഒരു ക്യാമ്പയിൻ റൺ ചെയ്തോണ്ടിരുന്നല്ലേ. നിങ്ങൾക്ക് വേണമെങ്കിൽ സൺഡേ ഒക്കെ വേണമെങ്കിൽ ഒന്ന് ഓഫ് ചെയ്തിടുക. എന്നിട്ട് മൺഡേയിൽ നോക്കുമ്പോ ഓപ്പൺ ആക്കി നോക്കുക എങ്ങനെയാണ് റിസൾട്ട് എന്നുള്ളത്. ഓക്കെ. അതേമാതിരി ബജറ്റ് കുറയ്ക്കുകയോ കൂട്ടുകയോ ചെയ്താലും അത് പക്ഷെ ഒപ്റ്റിമൈസേഷൻ, അങ്ങനെ ഒരു ഒപ്റ്റിമൈസേഷൻ പ്രോസസ്സ് വരുമോ വീണ്ടും ബജറ്റിനോട്? മാറ്റം വരാൻ സാധ്യതയില്ല. നമ്മളെ ഇപ്പോ നിലവില് പാരാമീറ്റേഴ്സ് മാറ്റിയ, ഡെമോഗ്രഫിക്സ് മാറ്റിയാൽ മാത്രമല്ലേ അങ്ങനെ ഇത് വരുള്ളൂ? ഡെമോഗ്രാഫിക്സ് ലൊക്കേഷൻ ഒക്കെ മാറ്റുമ്പോ ഒന്ന് കുറച്ച് സമയം എടുക്കും. ബഡ്ജറ്റ് മാറ്റിയാൽ പെട്ടെന്ന് മാറ്റം വരില്ല. പിന്നെ ക്യാമ്പയിൻ ഓഫ് ചെയ്തിട്ടാലാണ് ഇൻ കേസ് വരിക. ചില ആഡിന് ഫേസ്ബുക്ക് ഓരോ സമയത്ത് ഓരോ റിസൾട്ട് ആണ് തരിക. സൺഡേയിൽ ഇപ്പൊ പൊതുവെ കുറച്ച് മോശമാണ് ഉണ്ടാവാറ്. അതിപ്പോ ഏത് അക്രോസ് ഏത് ഡെമോഗ്രഫി? ഇപ്പൊ നമ്മൾ മിഡിൽ ഈസ്റ്റ് ഒക്കെ ആണെങ്കിൽ അവർക്ക് സൺഡേ വർക്കിംഗ് ആണല്ലോ, അവർക്ക് ഫ്രൈഡേ സാറ്റർഡേ ആയിരിക്കും ഹോളിഡേ. ഉണ്ടാവില്ല, നമ്മള് ഓരോ ഇതിനെ ബേസ് ചെയ്തിട്ടാണ്. അപ്പൊ ഈ ഹോളിഡേസില് റെസ്പോൺസ് കുറവാന്നായിരിക്കും ഉദ്ദേശിച്ചിട്ടുണ്ടാവുക അല്ലെ? നോക്കണെങ്കിൽ സൗദിയിൽ ഫ്രൈഡേ ആണ് നമുക്ക് ഇത് വരുന്നത്, ഹോളിഡേ വരുന്നത്. അപ്പോൾ നമ്മൾ അങ്ങനെ പുറത്ത് GCC കൺട്രീസ് ഒക്കെ ചെയ്യുന്ന ആളുകൾക്ക് ഓരോ ദിവസമാണ് റിസൾട്ട് കിട്ടുക. നമുക്കിപ്പോ നമ്മളെല്ലാ കൺട്രീസും ചെയ്യുന്നതാണ്, സൗദി പിന്നെ UAE. അപ്പോൾ നമുക്ക് വെള്ളിയാഴ്ച കുറച്ച് റിസൾട്ട് വരും. സൗദിയിൽ പിന്നെ വ്യാഴാഴ്ച മുതൽ വീക്കെൻഡ് ആണ്. ഇന്ത്യയിലാണെങ്കിൽ സൺഡേയിലാണ്.
മോശമാകുക അല്ലെ, റെസ്പോൺസ് കുറയും ഇപ്പൊ സൺഡേ തന്നെയാണ് ആൾക്കാർ. ശരിക്കും വീക്കെൻഡ് വരുന്നത്. മുമ്പേ ഇരുന്ന് ഫ്രൈഡേ ഉണ്ടായിരുന്നു. ഓക്കെ. നിങ്ങള് എവിടെയാണ്? ഞാൻ കാലിക്കറ്റ് തന്നെയാണ്. ഞാൻ കാലിക്കറ്റാണ്. ഞാൻ എന്റെ ക്യാമ്പയിൻ റൺ ചെയ്യുന്നത് മിഡിൽ ഈസ്റ്റിലാണ് കൂടുതലും റൺ ചെയ്യാറുള്ളത്. അത് എന്താണ്, സർവീസ് ആണോ? അതെ, ഓൺലൈൻ എഡ്യൂക്കേഷൻ. അപ്പോ നിങ്ങക്ക് എല്ലായിടത്തുനിന്നും കിട്ടുന്ന ഓഡിയൻസ് വരുന്നുണ്ടോ? നമ്മള് മെയിൻലി ഞാൻ GCC കൺട്രീസിലാണ് കൂടുതലും ചെയ്യാറുള്ളത്. UAE, സൗദി, കൺവേർഷൻ കൂടുതലാണ് ഖത്തർ. സ്റ്റുഡൻസ് ഉണ്ടെങ്കിൽ നമ്മള് അങ്ങനത്തെ കൺട്രീസ് നോക്കുമ്പോ എന്താ വെച്ചാല് ഓരോ കയ്യിൽ എപ്പോഴും പേയ്മെന്റ് ഉണ്ടാവും. അതുകൊണ്ട് കൺവേർഷന് പെട്ടെന്നാവും. അതെ, പക്ഷെ എനിക്ക് നമ്മൾ കൂടുതലും ചില ഒപ്റ്റിമൈസേഷനിൽ കൊടുക്കുന്ന ചില മറ്റേ ഈ കൊടുക്കുന്ന ചില ഡെമോഗ്രഫിക്സ് കറക്റ്റ് ആയി വരാത്ത ഒരു പ്രശ്നമുണ്ട്. ഇപ്പൊ നമ്മൾ 100% ഫീമെയിലിന് കൊടുത്തു കഴിഞ്ഞാലും ചിലപ്പോ മെയിൽ ഓഡിയൻസ് ലോട്ട് പോകുന്നുണ്ട്. അത് കംപ്ലീറ്റ് ആയിട്ട് വരുന്നുണ്ട് എല്ലാ എൻക്വയറീസും. കുറച്ച് 1-2 ലീഡ് അങ്ങനെയല്ലേ കയറി വരുന്നുള്ളൂ. ആദ്യം കൂടുതലായിരുന്നു, ഇപ്പോ 1-2 ഒക്കെയാണ് കയറി വരുന്നത്. അത് ഇങ്ങനെ ഒരു 2-3 ദിവസമൊക്കെ ഒന്ന് ആ ഒരു ഒപ്റ്റിമൈസേഷൻ പീരീഡ് കഴിഞ്ഞിട്ട് പിന്നെ നമുക്ക് കുറച്ച് റിസൾട്ടിലോട്ട് വരും. എന്നാലും കുറച്ച് ലീഡുകൾ ഉണ്ടാവും നമുക്ക് ആവശ്യമില്ലാത്ത. ഓക്കെ. പിന്നെ വേറൊരു സംശയം, നമുക്ക് ഈ ബിസിനസ് വാട്സപ്പ് ബിസിനസ്സിലൂടെയും ഇങ്ങനെ ആഡ് പ്രൊമോട്ട് ചെയ്യാലോ. അങ്ങനെ അതിലൂടെ ചെയ്യുമ്പോഴും ഇങ്ങനെ മെറ്റ ആഡ് മാനേജർ വഴി ചെയ്യുമ്പോഴും ഉള്ള വ്യത്യാസം, റിസൾട്ട്സിൽ വല്ല വ്യത്യാസം ഉണ്ടാവുമോ? അതോ ഏതാണ് കൂടുതൽ? അങ്ങനെ വല്ല സ്റ്റഡീസ് എക്സ്പീരിയൻസ് ചെയ്തിട്ടുണ്ടോ? നിങ്ങളുടെ എക്സ്പീരിയൻസിൽ അങ്ങനെ വല്ലതുണ്ടോ? നമ്മള് ബൂസ്റ്റിംഗ് ഞാൻ അധികം ചെയ്തിട്ടില്ല. നമ്മള് കൂടുതലും ഇങ്ങനത്തെ കാര്യങ്ങളെ ചെയ്തിട്ടുള്ളൂ. അപ്പൊ നമുക്ക് റിസൾട്ട് ഉണ്ടായതുകൊണ്ട് പിന്നെ മറ്റുള്ളേക്കൊന്നും പോയിട്ടില്ല. പല രീതിയിലും നമ്മൾ ചെയ്തു നോക്കുന്നുണ്ട്. ഇതാവുമ്പോൾ നമുക്ക് ഒരു പ്ലാറ്റ്ഫോമിൽ എല്ലാറ്റിലും റീച്ച് ആവും. അതാണ് അതിൻ്റെ ഒരു ഫേസ്ബുക്ക് നമുക്ക് ഓഡിയൻസ് കൂടുതലാണ് ചെയ്യാറ്. ബൂസ്റ്റ് ചെയ്യുമ്പോൾ നമ്മൾ വാട്സപ്പ് മാത്രമാണ് ചെയ്യുക. പിന്നെ അതുപോലെ ഓരോന്നിലാണ് സെപ്പറേറ്റ് കാണിക്കും. ഇൻസ്റ്റാഗ്രാമിൽ, ഫേസ്ബുക്കിലൊക്കെ ഓരോന്നിലും നമ്മൾ സെപ്പറേറ്റ് ബൂസ്റ്റ് ചെയ്യണം. ഓക്കെ. വേറെ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ക്ലിയർ ചെയ്യണം. ഇത് ഈ നാട്ടിൽ നമ്മൾ ഈ ആഡ് പോസ്റ്റ് ചെയ്യുമ്പോഴേ അല്ല ഇൻഷുറൻസ് സെറ്റപ്പ് ചെയ്യുമ്പോൾ അതിന് GST രജിസ്ട്രേഷൻ അങ്ങനെയൊക്കെ വേണം? ഇല്ല, GST നിർബന്ധമല്ല. അതില് ടാക്സിന്റെ കാര്യങ്ങളുണ്ട്, പക്ഷെ നമ്മളെ ചെയ്യണം നിർബന്ധമില്ല, ഓപ്ഷണലാണ്. കമ്പനിയുടെ ലൊക്കേഷനോ അതും ഇന്ത്യ ആണോ? നിർബന്ധമില്ല. ഇല്ല, നിങ്ങളെ ലൊക്കേഷനും ഇവിടെ കൊടുത്താലും കുഴപ്പമില്ല. നമ്മളാ ഒരു പിന്നെ നിങ്ങൾ ലൊക്കേഷൻ ഇന്ത്യ കൊടുക്കേണ്ടി വരും തൽക്കാലം. അപ്പോഴേ നമ്മളെ കറൻസി ചേഞ്ച് ആവുള്ളൂ. ഓക്കെ, ഞാൻ മൊത്തം ചോദിക്കുകയാണ്, നമ്മൾ എന്ത് ഡോക്യുമെന്റ് ആണ് അപ്ലോഡ് ചെയ്യുന്നത്? കമ്പനി ലൈസൻസ് അപ്ലോഡ് ചെയ്യേണ്ടി വരുമോ? അതോ നിങ്ങളിപ്പോ ഏത് ഐഡിയിലാണ് ചെയ്യുന്നത്? ഫേസ്ബുക്ക്, അതായത് നിങ്ങളെ ആഡ് മാനേജർ ഒരു ബന്ധമില്ല, ഫേസ്ബുക്ക് ആണ് നമ്മളെ കാര്യങ്ങളൊക്കെ നോക്കുന്നത്. ഫേസ്ബുക്ക് നിങ്ങൾ ഏതാ യൂസ് ചെയ്യുന്നത്? ഫേസ്ബുക്ക് മനസ്സിലായില്ല. അതായത് നിങ്ങളെ ഫേസ്ബുക്ക് അക്കൗണ്ട് പേഴ്സണൽ അക്കൗണ്ട് ആണോ അതോ ബിസിനസിന് വേണ്ടിയിട്ട് ഉണ്ടാക്കിയതാണോ? പേഴ്സണൽ അക്കൗണ്ടിൽ പേജ് ക്രിയേറ്റ് ചെയ്തല്ലേ? അപ്പോ നിങ്ങളെ പേഴ്സണൽ അക്കൗണ്ടിന്റെ നിങ്ങളെ പേഴ്സണൽ ഐഡി ആണ് അവിടെ എന്തെങ്കിലും ഇഷ്യൂസ് ഉണ്ടെങ്കിൽ കൊടുക്കേണ്ടത്. പിന്നെ നമുക്ക് ആഡ്സ് മാനേജറിൽ പ്രത്യേകിച്ച് ഡോക്യുമെന്റ് ഒന്നും കൊടുക്കാനില്ല. നമ്മൾ എപ്പോഴാണ് സബ്മിറ്റ് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ എന്തെങ്കിലും ഇഷ്യൂസ് ഉണ്ടാകുമ്പോൾ ഫേസ്ബുക്ക് പറയും നിങ്ങളെ പേഴ്സണൽ ഐഡി സബ്മിറ്റ് ചെയ്യാൻ. ആ സമയത്ത് നിങ്ങൾ ID പ്രൂഫ് കൊടുക്കേണ്ടി വരും. അതായത് നിങ്ങൾ ഇപ്പോൾ ഫേസ്ബുക്കിന്റെ പ്രൈവസി പോളിസിക്ക് എതിരായിട്ട് എന്തെങ്കിലും ചെയ്തു കഴിഞ്ഞാൽ പല കാര്യങ്ങളുണ്ട്. അപ്പോൾ അതിൽ ഏതെങ്കിലും ഒന്ന് അവർ ചെക്ക് ചെയ്തിട്ട് എന്തെങ്കിലും പ്രശ്നമായി കഴിഞ്ഞാൽ അപ്പോൾ ID സബ്മിറ്റ് ചെയ്യേണ്ടി വരും. വേറെ നമുക്ക് ആഡ്സ് മാനേജറിൽ ഒന്നും കൊടുക്കാനില്ല. അവിടെ നിങ്ങൾ ജസ്റ്റ് ആ ഒരു ബിസിനസിന്റെ ഇൻഫോ മാത്രമേ ഉള്ളൂ. അത് നമുക്ക് എവിടെയും കാണിക്കുന്നൊന്നുമില്ല. നിങ്ങളെ കാര്യങ്ങളൊക്കെ കാണിക്കൽ ഒന്ന് ഫേസ്ബുക്ക് പേജാണ് ആളുകളിലോട്ട് എത്തുക. ഓക്കെ അല്ല, മനസ്സിലായില്ല? ഓക്കെ.
എനിക്ക് വേറൊരു സംശയമുള്ളത് നമ്മള് ഈ യൂറോപ്യൻ കൺട്രീസിലോട്ട് നമ്മൾ കൊടുക്കുമ്പോ അവിടെ വല്ല റെസ്ട്രിക്ഷൻ ഉണ്ടോ? നമുക്ക് ഈ വാട്സപ്പിലോട്ട് ലീഡ്സ് വരാൻ വല്ല റെസ്ട്രിക്ഷൻ ഉണ്ടോ അങ്ങനത്തെ കൺട്രീസിൽ? UK അങ്ങനെയുള്ള ഏരിയയിൽ? പക്ഷെ ലീഡ് കോസ്റ്റ് നമുക്ക് കുറച്ച് കൂടുതലാണ് ഈ വരും. നിങ്ങളെ കോഴ്സ് ഒക്കെ എങ്ങനെയുള്ളതാണ്? ആ രീതിയിൽ ചെയ്യാൻ പറ്റുന്നതാണ്? അല്ല, ഞാൻ ചോദിച്ചത് അവിടെ ചെയ്ത് കഴിഞ്ഞാല് അവിടെ ഈ യൂറോപ്യൻ കൺട്രീസിൽ ഇങ്ങനെ ഈ ഡയറക്റ്റ് വാട്സപ്പിലോട്ട് ലീഡ് വരുന്നതിന് വല്ല റെസ്ട്രിക്ഷൻ ആയിട്ട് അറിയുമോന്ന് ചോദിച്ചത്. അങ്ങനെ ഉണ്ടോ? അതോ അത് സാധാരണ എല്ലായിടത്തെയും മാതിരി തന്നെ ആണോ? അവിടെ വല്ല പോളിസി റെസ്ട്രിക്ഷൻസ്? നോക്കിയിട്ട് അറിയിക്കുക. നിങ്ങളൊന്ന് വാട്സപ്പിൽ കോണ്ടാക്ട് ചെയ്താല് ഞാനൊന്ന് ചെക്ക് ഞാൻ ചെയ്യാം. ചെയ്യാം. ഓക്കെ ഓക്കെ ഓക്കെ. ഈ സുമ സുരേഷ് ജോയിൻ ചെയ്ത് കുറച്ചായിട്ടുണ്ടോ? അബ്ദുസമദ്, ഹസൻ, നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കട്ടോ. സാറേ ഹസനാണ്. ഓക്കെ. ഞാന് ഇന്റെ ഇപ്പോഴും അതേപോലെ ഞാനിക്ക് ഫേസ്ബുക്കിൽ ചെറിയ ആഡ് റൺ ചെയ്തു. പക്ഷെ അതിന്റെ സംഗതി എനിക്ക് മനസ്സിലാവില്ല. അറിയാം അങ്ങനെ നിൽക്കാണ്. മനസ്സിലാവുന്നില്ല. ഇപ്പൊ എന്താണ് ചെയ്തത് നിങ്ങള്? നമ്മളതില് സ്റ്റിക്കർ നമ്മളിതുണ്ടാക്കി ക്യാൻവയിൽ ഉണ്ടാക്കിയിട്ട് അത് ആഡ് കൊടുത്തിട്ട് വാട്സപ്പില് കോണ്ടാക്ട് ചെയ്തത് നിങ്ങള്? അന്ന് ചെയ്തു. അപ്പൊ നമുക്ക് ഒരാളെ കൂടി ചെയ്യിപ്പിക്കാന്ന് പറഞ്ഞിരുന്നു. എങ്ങനെ? വേറെ സ്റ്റാഫിനെ വെച്ചിട്ടേ ചെയ്യിപ്പിക്കാന്നോ? തിരക്കായതുകൊണ്ട് നിങ്ങൾ ഒന്നും കൂടി ഒന്ന് കോണ്ടാക്ട് ചെയ്യോ വാട്സപ്പിൽ? എന്താ നോക്കുന്നത്? കോണ്ടാക്ട് ചെയ്യാം. ഇപ്പൊ നിങ്ങള് ഇന്ത്യയിലല്ലേ? ഞാനിവിടെ മലപ്പുറം പെരിന്തൽമണ്ണയാണ്. പെരിന്തൽമണ്ണ. എന്ത് വർക്ക് ചെയ്യുന്നത്? ഞാന് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുന്നത് വീടിന്റെ വർക്കുകളാണ്. ഇന്റീരിയർ ഡിസൈൻ ആണോ? അതോ വരെ ചെയ്യേണ്ട പരിപാടിയാണ് നോക്കുന്നുകൊണ്ടിരിക്കുന്നത്. എല്ലാം ഉണ്ടല്ല, അതായത് കൺസ്ട്രക്ഷൻ എല്ലാം ഉണ്ട്. കൺസ്ട്രക്ഷൻ നമ്മളൊരു എഞ്ചിനീയറിംഗ് ടീം ഉണ്ട്, അവരോട് ചെയ്തിട്ട് ബാക്കിയുള്ള വർക്കുകൾ നമുക്ക് ചെയ്യാൻ വേണ്ടിട്ടേ. അപ്പൊ ഇതിലിപ്പോ മെയിൻ ആയിട്ട് എന്താണ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്? ഏതൊക്കെ എല്ലാം ഉണ്ടാവും അതോ? നമ്മൾ ഉദ്ദേശിക്കുന്നതില് വുഡ്, അതേമാതിരി ഫാബ്രിക്കേഷന്, സെറ്റ്, ഫർണിച്ചർ. നിങ്ങളെ അടുത്തുള്ള ചുറ്റളവില് ചെയ്യേണ്ടി വരില്ല? ഏതൊക്കെ ഏരിയ വരിക അപ്പോ? ലൊക്കേറ്റഡ് ഏരിയ ആണ്. അല്ല, ഏതൊക്കെ ഏരിയ ആണ് ഇപ്പൊ നിങ്ങളെ അടുത്തുള്ളത് വരിക? നമുക്ക് പെരിന്തൽമണ്ണ, മണ്ണാർക്കാട്, ചെർപ്പശ്ശേരി, അങ്ങനെ ഒറ്റപ്പാലത്തിന്റെ ഉള്ളിലായിട്ട്. അങ്ങനെ ലൊക്കേഷൻ നോക്കിട്ട് ചെയ്തില്ലല്ലോ. ഇപ്പൊ ഫോണാണ് നിങ്ങളുടെ അടുത്തുള്ളത്? കോമണായി നമ്മൾ ചെയ്തിരിക്കുന്നത്. ഫോണിലാവുമ്പോ നമുക്ക് അത്ര ലൊക്കേഷൻ കൊടുക്കാന് ഞാൻ എന്താ ചെയ്യാൻ പറ്റുക? ഞങ്ങള് വാട്സപ്പിൽ ഒന്ന് കോണ്ടാക്ട് ചെയ്യും. നമ്മളെ ഭാഗത്തുനിന്ന് എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ? ഓക്കെ. അബ്ദുസമദ് ഒന്ന് അങ്ങോട്ട്. ഹലോ. പറഞ്ഞോളൂ. ഞാനന്ന് കോഴ്സ് ചെയ്തിരുന്നു. ഞാൻ ഇതുവരെയായിട്ട് നിങ്ങൾ ഫസ്റ്റ് ഒക്കെ ഉണ്ടായിരുന്നു, പിന്നെ ഒന്നുമില്ല, വാട്സപ്പിലൊന്നും കോണ്ടാക്ട് ചെയ്തില്ല. സംഭവം ഞാൻ അതിന് ശേഷം ഗൾഫിലേക്ക് വന്നു ഒരു അർജന്റായിട്ട്. ഇപ്പൊ പുറത്താണോ ഉള്ളത്? ഇപ്പൊ ഞാൻ ഗൾഫിലുള്ള ഒരു 1 വീക്കിൽ ഞാൻ നാട്ടില് പോകും. അപ്പൊ എന്നിട്ട് ചെയ്യാന്ന് പറഞ്ഞിട്ട് ആഡ്. ഓക്കെ. നാട്ടിൽ നിന്ന് ചെയ്യുന്ന നല്ലത്. ഇവിടെ ആവുമ്പോ നിങ്ങൾക്ക് ലീഡ് കോസ്റ്റ് കൂടുതലാവും. ഞാൻ നാട്ടിലത്തെ റുപ്പീസിൽ ചെയ്യാല. നാട്ടിൽ നിന്ന് ഇവിടേക്ക് UAE-ക്കല്ലേ ആഡ് റൺ ചെയ്യാള്? UAE-ക്ക് മെയിൻ ആയിട്ട് UAE. നാട്ടിലും കിട്ടിയ പ്രശ്നമില്ല, അത് പിന്നെ ചെയ്യാം. UAE മൊത്തത്തിൽ ചെയ്യുന്നുണ്ടോ അതോ ഏതെങ്കിലും ലൊക്കേഷന് നോക്കുന്നുണ്ടോ? അല്ലല്ല, UAE മൊത്തത്തില് ചെയ്യണം. എന്റെ പ്രോഡക്റ്റ് എന്ന് പറഞ്ഞെങ്കിൽ ഹെയർ ഗ്രോത്ത് ഓയിൽ, അങ്ങനത്തെ ആ സംഭവം. അപ്പോ അത് ഞാൻ എൻഗേജ്മെന്റിൽ ചെയ്താ പോരെ? എൻഗേജ്മെന്റിലോ? എൻഗേജ്മെന്റ് ചെയ്താൽ മതി. ഓക്കെ, അതാണ് പ്ലാൻ. ഇപ്പൊ നാട്ടില് പോയിട്ട് ചെയ്യണം. പോസ്റ്ററോ കാര്യങ്ങൾ എന്തെങ്കിലും ഉണ്ടാക്കിയോ?
ഞാൻ പോസ്റ്റർ ചെയ്യണ ഞാന് വീഡിയോ ഇട്ടാ പോരെ? വീഡിയോ എന്ന് പറയുമ്പോ ഒരു 30 സെക്കൻഡ്സിനുള്ളിൽ നമ്മള് എല്ലാ കാര്യങ്ങളും കാര്യങ്ങൾ പറയാം. ആ അതായത് ആ ഒരു കുറച്ച് സമയമാണ് ആ വീഡിയോ അവർ കാണുള്ളൂ. അതിന്റെ ഉള്ളിൽ നമ്മൾക്ക് എല്ലാ കാര്യങ്ങളും പറയാൻ പറ്റണം. മനസ്സിലായി. പിന്നെ എന്ത് ചെയ്യാ വെച്ചാൽ നിങ്ങളെ ഇൻസ്റ്റാഗ്രാമിലും ഇതിലൊക്കെ ഒന്ന് പോസ്റ്റ് ചെയ്യാം അങ്ങനത്തെ വീഡിയോകള്. മനസ്സിലായിട്ടാ. ഇൻസ്റ്റാഗ്രാമിൽ ചെയ്യുന്നുണ്ട് ഞാന് പേഴ്സണൽ അക്കൗണ്ടില്. അല്ല, ഇത് ചെയ്യുന്നതിന്റെ കൂടെ തന്നെ അതിലും പോസ്റ്റ് ചെയ്യാവൂ. നമ്മള് ഇത് നിങ്ങൾ ഈ പിന്നെ ആഡ് ഇങ്ങനെ റൺ ആവുമ്പോ നിങ്ങൾ അതിലൊക്കെ വന്ന് നോക്കും, എൻഗേജ് ആവും ആളുകള്. എനിക്കും കാണാൻ പറ്റും ഞാൻ ഇട്ട ആഡ്? ഇല്ല, നിങ്ങൾക്ക് കാണാൻ പറ്റില്ല. നിങ്ങളെ ബന്ധപ്പെട്ട ആളുകൾക്ക് കാണാൻ പറ്റുള്ളൂ. നിങ്ങൾക്ക് ചില സമയത്ത് നിങ്ങളുടെ അടുത്ത് വേറെ ഫോൺ ഉണ്ടെങ്കിൽ അതിൽ കയറി വരും. അതല്ലാന്നുണ്ടെങ്കിൽ നിങ്ങളെ റിലേറ്റഡ് ആയിട്ടുള്ള ആളുകൾ ഉണ്ടാവില്ല, നിങ്ങളെ കോണ്ടാക്ട്സിലൊക്കെ ഉള്ള അവർക്കൊക്കെ അവരുടെ ഫോണിലൊക്കെ വരും. ഇല്ല, നമുക്ക് നേരിട്ട് കാണാൻ പറ്റൂല. സെർച്ച് ചെയ്തിട്ട് എടുക്കാനൊന്നും പറ്റില്ല. ഇല്ല, നമുക്ക് അതിന്റെ ജസ്റ്റ് പ്രിവ്യൂ മാത്രം കാണാൻ പറ്റുള്ളൂ. മനസ്സിലായി. അത് നിങ്ങളെ ആഡ് റൺ ചെയ്യുന്ന സമയത്ത് അവിടെ ഒരു പ്ലേസ്മെന്റ് പറഞ്ഞിട്ടുണ്ട്. അവിടെയാണ് നമുക്ക് കാണാനുള്ള ഓപ്ഷൻ ഉള്ളൂ, ഏതൊക്കെ പ്ലേസ്മെന്റിലാണ് പോവാന്നുള്ളത്. മനസ്സിലായി. ഫോർ എക്സാമ്പിൾ ഇപ്പൊ ഞാൻ ഇൻസ്റ്റാഗ്രാമിൽ ഓൾറെഡി ഇട്ട വീഡിയോസ് ഈ ആഡ് വഴി ഇടുന്നതിൽ പ്രശ്നമില്ലല്ലോ, റീച്ചിന് കുറവ് വരുമോ അങ്ങനെയൊന്നുമില്ലല്ലോ? ഇല്ല, നോക്കാം നമുക്ക് എങ്ങനെയാണ് റിസൾട്ട് എന്നുള്ളത്. അപ്പൊ ഞാൻ ഇത് പറയാൻ കാരണം വെച്ചാല് ഇപ്പൊ ഇൻസ്റ്റാഗ്രാമില് നിങ്ങള് ഇതിന്റെ ആഡ് റൺ ചെയ്യുന്ന അതേപോലെ തന്നെ അതിലൊന്ന് പോസ്റ്റ് ചെയ്യുമ്പോ എന്താ വെച്ചാല് ഈ ആളുകൾ പരസ്യം ചെയ്യുമ്പോൾ നിങ്ങൾ ഇൻസ്റ്റാഗ്രാമിൽ വന്നിട്ട് പോകുന്നുണ്ടോ? വന്ന് പോകുമ്പോള് അവര് ചിലപ്പോ അതൊക്കെ സെർച്ച് ചെയ്യുമ്പോ അവർക്ക് ചിലപ്പോ അങ്ങനെയാണ് അവര് കാണുന്നത്. സിമിലർ ആയിട്ട് അവർക്ക് രണ്ട് രീതിയിൽ വരും. അതായത് നിങ്ങളൊരു വാട്സപ്പിന്റെ ചാറ്റ് ബട്ടൺ അവിടെ വെക്കുന്നുണ്ട്, ചില ആളുകൾ നേരിട്ട് അതിൽ ക്ലിക്ക് ചെയ്യും. ചില ആളുകൾ നിങ്ങൾ ഇൻസ്റ്റാഗ്രാം ഒക്കെ നോക്കിയിട്ട് അതിൽ കയറും, അല്ലെങ്കിൽ യൂട്യൂബ് ചാനലൊക്കെ ഉണ്ടെങ്കിൽ അതിൽ സെർച്ച് ചെയ്യും നിങ്ങൾ എന്തൊക്കെയാണ് ചെയ്യുന്നത്. ആഡ് കണ്ടതിന് ശേഷം അവരെന്ത് ചെയ്യും, ബാക്കിയുള്ളത് ചിലപ്പോ അവർക്ക് എന്ത് ചെയ്യും, ചില ആളുകൾക്ക് ആ ഒറ്റ ആഡിൽ അത് എടുക്കാൻ താല്പര്യം ഉണ്ടാവില്ല. ബാക്കിയുള്ളത് നോക്കാനും വേണ്ടി നിങ്ങളെ ഇൻസ്റ്റാ ഐഡിയിൽ കയറുമ്പോൾ നല്ല കണ്ടന്റ് ഉണ്ടെങ്കിൽ ചിലപ്പോ അത് കണ്ടിട്ടാണ് നിങ്ങൾക്ക് പിന്നെ എൻക്വയറി വരാം. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം, നമ്മളെ എല്ലാ ലിങ്കും ഇൻസ്റ്റയിൽ കണക്ട് ആവണം. അതായത് ഇൻസ്റ്റയിൽ നിങ്ങളെ വാട്സപ്പ് അക്കൗണ്ട്, പിന്നെ യൂട്യൂബിന്റെ ലിങ്ക്, പിന്നെ അതേപോലെ ലിങ്ക് ട്രീ ചെയ്തിട്ടുണ്ട് എല്ലാം കിട്ടുന്ന പോലെ. നമുക്ക് നമ്മള് ആഡ് റൺ ചെയ്യാതെ തന്നെ നമ്മൾ ഇൻസ്റ്റാഗ്രാമിൽ നിന്ന് ആളുകൾ വരാറുണ്ട്. അവര് എന്ത് ചെയ്യും, ഈ പോസ്റ്റ് ഒക്കെ ഷെയർ ചെയ്തിട്ട് നമ്മൾ ഇൻസ്റ്റയില് നോർമലി ഇടുന്ന പോസ്റ്റ് ഷെയർ ചെയ്തിട്ട് അങ്ങനെ വരാറുണ്ട് ആൾക്കാർ, ഡീറ്റെയിൽ ചോദിച്ചു. അപ്പൊ അതും കൂടി ചെയ്യാം. പിന്നെ നിങ്ങളെ ഏറ്റവും വേണ്ടത് നിങ്ങൾ കൊടുത്ത കസ്റ്റമേഴ്സ് ഉണ്ടെങ്കിൽ അവരെ ഫീഡ്ബാക്ക് മസ്റ്റ് ആണ്. ഫീഡ്ബാക്ക് ആയിട്ട് ആഡ് ഇട്ടാലും മതിയല്ല വീഡിയോസ്? ഫീഡ്ബാക്ക് ആഡും ഇടാ, അതായത് അടുത്ത വരുന്ന എൻക്വയറീസിന് നിങ്ങൾ ഈ ഫീഡ്ബാക്ക് അയച്ചു കൊടുക്കുക. അപ്പൊ അവര് പെട്ടെന്ന് എൻക്വയറീസിന് അയച്ചു കൊടുക്കുന്നുണ്ട്, അത് ഞാൻ ചെയ്യാറുണ്ട്. ഇപ്പൊ ഞാൻ നോർമലി ഞങ്ങക്ക് റീച്ച് ഉണ്ട്, ടിക്ടോക്കിലാണുള്ള. ഞാൻ ഇപ്പൊ മെയിൻ ആയിട്ട് ഗൾഫിലേക്ക് വന്നത് എന്ന് പറഞ്ഞെങ്കിൽ ടിക്ടോക്ക് നാട്ടില് വർക്കാണ് VPN വെച്ചിട്ട്, പക്ഷെ റീച്ച് കിട്ടുന്നില്ല. അപ്പൊ റീച്ച് കിട്ടാൻ വേണ്ടിട്ടാണ് ഞാൻ ഗൾഫിലേക്ക് വന്നത്. ഇപ്പൊ റീച്ച് വന്നു തുടങ്ങി. അപ്പൊ ഇനിയിപ്പൊ ഞങ്ങക്ക് നാട്ടില് തിരിച്ചു പോണം. അപ്പൊ ഞങ്ങക്ക് റീച്ച് വേണം ടിക്ടോക്ക്. അപ്പൊ ഞാൻ സെർവർ വഴി ലാപ്പില്ലേ, മാത്രല്ലേ കിട്ടുള്ളൂ. അത് ഞാനിപ്പോ ചെയ്യാൻ പോകുന്നത് എന്താ, അല്ലെങ്കിൽ ലാപ്ടോപ്പ് എടുത്തിട്ട് ഇവിടുത്തെ സെർവറിലേക്ക് കണക്ട് ചെയ്തിട്ട് നാട്ടില് റീച്ച് നാട്ടിൽ നിന്ന് ഇടുമ്പോ റീച്ച് കിട്ടുന്ന പോലെ സെറ്റപ്പ് ആക്കാനുള്ള പരിപാടിയിലാണ്. നിങ്ങൾക്ക് യൂസ് ചെയ്യാൻ പറ്റുമോ ടിക്ടോക്ക്? VPN വെച്ചിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്നു. അപ്പൊ ഞങ്ങക്ക് നല്ല റീച്ചും കൂടി കിട്ടണമെങ്കിൽ ഈ ഗൾഫിലുള്ള പോലെ തന്നെ റീച്ച് കിട്ടണമെങ്കിൽ ഞാൻ ആ സെർവറിലേക്ക് കണക്ട് ചെയ്തിട്ട് ഇവിടെ ഉള്ളതെന്ന് കാണിക്കും. വർക്ക് ഫ്രം ഹോം ചെയ്യുന്നില്ലേ, അതേ സെറ്റപ്പ്. നിങ്ങള് പിന്നെ ഇതിലും അതേപോലെ ചെയ്യാം. ഇൻസ്റ്റാഗ്രാമിലും ഇപ്പൊ ടിക്ടോക്കിൽ ഇടുന്ന പോലെ ഇൻസ്റ്റാഗ്രാമിലും ചെയ്താൽ മതി.
കുറച്ചൊന്ന് ടാഗ് കാര്യങ്ങളൊക്കെ ചെയ്തിട്ട് നമ്മൾ എല്ലാറ്റിലും ചെയ്യാം. ഏതിന്നാണ് നമുക്ക് എൻക്വയറീസ് വരിക എന്ന് പറയാൻ പറ്റില്ല. അതന്നെ എല്ലാത്തിലും ചെയ്യുന്നു ഞാൻ. എനിക്ക് ഇൻസ്റ്റഗ്രാമിൽ ഇപ്പൊ ഒന്ന് ഡൗൺ ആയിരുന്നു, അതുകൊണ്ടാണ് ഞാൻ അതില് വീഡിയോ ഇട്ടും കേറുന്നില്ല. അതെന്ത് റീസൺ ആയിരിക്കും? അത് ചില സമയത്ത് ഉണ്ടാവും. നിങ്ങള് പോസ്റ്റ് ചെയ്യുന്നത് നിർത്താൻ പാടില്ല. നമുക്ക് റീച്ച് കുറഞ്ഞു പോസ്റ്റ് ചെയ്തുകൊണ്ടുണ്ട് ഡെയിലി. അത് പിന്നെ പിന്നെ കണ്ടന്റ് എന്റെ പുതിയതല്ല, അതുകൊണ്ടായിരിക്കും. ബന്ധപ്പെട്ട ആളുകളുടെ അടുത്തൊന്നും ചോദിക്കേണ്ടി വരും. അത് മാത്രം ചെയ്യുന്ന ഓർക്കും കൂടുതൽ അതിനെ പറ്റി പറഞ്ഞുതരാൻ പറ്റുക, എന്താണ് കറക്റ്റ് കണ്ടന്റിന്റെ പ്രശ്നമാണ് എന്താന്നുള്ളത്. അതന്നെ കണ്ടന്റിന്റെ ആയിരിക്കണം, കാരണം ഞാൻ ഇട്ട വീഡിയോ തന്നെ തിരിച്ചു മറിച്ചു വിടുന്നതാണ്. നിങ്ങള് ആഡിന് ചെയ്യുന്ന അത് വേണമെങ്കിൽ അതിലില്ലാത്തതാണെങ്കിൽ ഇൻസ്റ്റാഗ്രാമിലും പോസ്റ്റ് ചെയ്യാം. നിങ്ങള് വാട്സാപ്പില് കോണ്ടാക്ട് ചെയ്താൽ മതി. ഓക്കെ ഓക്കെ. അപ്പൊ ഞാൻ എൻഗേജ്മെന്റ് തുടങ്ങാം, ഞാൻ നാട്ടിലെത്തി. പേജ് ഒക്കെ റെഡി അല്ലേ ഇൻസ്റ്റാഗ്രാമിന്റെ? അപ്പൊ ഞങ്ങൾക്ക് ഒരു ഡൗട്ടും കൂടി. പേജ് എല്ലാം സെറ്റ് ആയിന്, മറ്റേ ആപ്പ് എടുത്തിന്. ഏത് മറ്റേ എന്തായാലും ആപ്പിന്റെ പേര് അല്ല, നിങ്ങള് ലാപ്ടോപ്പിലല്ലേ ചെയ്യുന്നേ? അല്ലല്ല, ഇപ്പൊ എന്റെ ലാപ്പില്ല. ഞാൻ ഇപ്പൊ ലാപ്പ് കൊണ്ടുപോകും. ഞാനിപ്പം ഇന്നലെ നാട്ടിൽ നിന്ന് ചെയ്ത മൊബൈലാണ് ചെയ്തിട്ട് സെറ്റപ്പ് ആപ്പ് എല്ലാം എടുത്തിട്ട് വെച്ച്. ലാപ്പില് ചെയ്യണോ? ലാപ്പിലും ചെയ്യാം, മൊബൈലിലും ചെയ്യാം. ലാപ്പിലാവുമ്പോ കുറച്ചും കൂടി നിങ്ങൾക്ക് അപ്പൊ ലാപ്പില് ഞാൻ വേറെ ഇത് ചെയ്യാം, കാരണം വേറെ ഒരു ബിസിനസ് ഉണ്ട് എന്റെ ലീഗലി ചെയ്യുന്ന. അപ്പൊ അത് സ്റ്റാർട്ട് ആയിട്ടാ, അപ്പൊ അത് ലാപ്പില് ചെയ്യാന്ന് വിചാരിച്ചു. അതൊന്ന് ബിൽഡ് ആവാനെല്ലാം ഉണ്ട് ബ്രാൻഡ്. പിന്നെ എനിക്കൊരു ഡൗട്ട്, ഇപ്പൊ ഞാന് എൻഗേജ്മെന്റിൽ ചെയ്യുമ്പോ ഞാൻ എത്ര പൈസ ചെലവിടണം, അതെങ്ങനെയാ നമുക്ക് മനസ്സിലായിട്ടാ? നിങ്ങൾ ആദ്യം ഒരു ചെറിയ എമൗണ്ട് ഇട്ട് ചെയ്ത് നോക്കുക, എന്നിട്ട് റിസൾട്ട് ഉണ്ടെങ്കിൽ മാത്രം വലിയ. ഇപ്പൊ നിങ്ങൾ എന്തെങ്കിലും പേയ്മെന്റ് ചെയ്തിട്ടുണ്ടോ അതില്? ഇല്ല, ഞാൻ ഇടണ്ട അത്ര. നിങ്ങള് ഇപ്പൊ ആഡ് അക്കൗണ്ടിൽ ഒന്നും എമൗണ്ട് ഇട്ടില്ലല്ലോ, റീചാർജ് ഒന്നും ഇട്ടില്ല. അപ്പൊ 500 ഇട്ടാ മതി ആദ്യം, അല്ലെങ്കിൽ ഒരു 300 ഇടുക. 300. എന്നിട്ട് എല്ലാം ഓക്കെ ആയിട്ട് ക്യാമ്പയിൻ ഒക്കെ റൺ ചെയ്യണ്ടെങ്കിൽ മാത്രം ബാക്കിയുള്ള എമൗണ്ട് ഇടുക. എന്നിട്ട് ഓരോ ദിവസം ഒരു 200-250 വെച്ചിട്ടൊന്ന് സ്റ്റാർട്ട് ചെയ്യാം. ഈ ഒരു എൻഗേജ്മെന്റിന്റെ ഒരു വീഡിയോ ചെയ്യുമ്പോ 250 ഇട്ടാ മതി? 250 ഒരു ദിവസത്തിനാണ് പറയുന്നത്. അതന്നെ ഞാൻ ചോദിക്കുന്നത്. ഇപ്പൊ ഒരു വീഡിയോക്ക് 250 എന്നൊരു കണക്കുണ്ട്, അല്ലെങ്കിൽ അതിന് ഒരു ഞാൻ പറയുന്നത് എന്താ വെച്ചാല്, നിങ്ങളെ നല്ല രീതിയിൽ അത് റൺ ആവണ്ടെങ്കിൽ മാത്രം നമ്മളെ എമൗണ്ട് കൂട്ടിയിട്ടാ മതി, അതാ പറയുന്നത്. അപ്പൊ നിങ്ങൾ അല്ല, അത് ഞങ്ങൾക്ക് മനസ്സിലായി, നിങ്ങൾ പറഞ്ഞത് മനസ്സിലായി. സ്റ്റാർട്ടിങ്ങിൽ എപ്പോഴും ചെറിയ എമൗണ്ട് ഇട്ടിട്ട് ചെയ്യാം, പിന്നെ കൂട്ടിയാ മതി. പക്ഷെ എന്റെ ഒരു ഡൗട്ട് എന്ന് പറഞ്ഞെങ്കിൽ, ഇപ്പൊ ഒരു വീഡിയോക്ക് ഇത്ര സ്പെൻഡ് ചെയ്യാവോന്നുള്ള ഒരു ലിമിറ്റ് ഉണ്ടോ? ഫേസ്ബുക്കിന് ഇത്ര എമൗണ്ട് എന്നൊന്നുമില്ല. നമ്മൾ എത്ര എമൗണ്ട് ചെയ്യുന്നത് അതിനനുസരിച്ച് ആളുകളോട്ട് റീച്ച് ആവും, അത്രയാണ് ഉണ്ടാകുന്ന വ്യത്യാസം. അങ്ങനെ. ഇപ്പൊ 1000 ഇട്ടെങ്കിൽ അത്രയും കൂടുതൽ റീച്ച് ആവും. പോസ്റ്ററിന് ഇത്ര പൈസ, അല്ലെങ്കിൽ പിന്നെ വീഡിയോക്ക് ഇത്ര എമൗണ്ട് എന്നൊന്നുമില്ല. നമ്മൾ എത്ര പൈസ ഇടുന്നത് അത്രയും ആളുകളിലോട്ട് റീച്ച് ആവും. അത് അതിന്റെ കണക്ക് നമുക്ക് അറിയോ? കണക്ക് നമുക്ക് ചെയ്യുന്ന സമയത്ത് അവിടെ കാണിക്കും. ഫേസ്ബുക്ക് നിങ്ങള് സൈഡില് കാണിക്കും ഇത്രയൊക്കെ ആളുകൾക്ക് പോകുന്നുള്ളത്. അപ്പൊ കുറച്ച് ഇട്ടിട്ട് പിടിക്കുക, അതല്ലേ? ഇട്ടിട്ട് നമ്മള് എങ്ങനെ റിസൾട്ട് നോക്കുക ഒരു 2 ദിവസം, എന്നാ പിന്നെ നമുക്ക് ചെറിയ എമൗണ്ട് പോകുള്ളൂ. എന്നിട്ട് എന്ത് ചെയ്യാ, ഓക്കെ ആണെങ്കിൽ നമുക്ക് കൂട്ടി കൊടുക്കാം. ഓരോ വീഡിയോ, എല്ലാ വീഡിയോ നമുക്ക് റിസൾട്ട് ഉണ്ടാവണമെന്നില്ല. പക്ഷെ ആളുകളിലേക്ക് എത്തും. ആളുകളിലോട്ട് എന്തായാലും എത്തും. ആളുകൾ നിങ്ങളെ ആ ഒരു ഇത് എൻക്വയറി ചെയ്യാന്നുള്ളതാണ്. അതന്നെ അത് പിന്നത്തെ കാര്യം. ഓക്കെ, നോക്കാം നമുക്ക്. ഓക്കെ, ഞാൻ കോണ്ടാക്ട് ചെയ്യാം. ഓക്കെ, ശരി. ഓക്കെ, താങ്ക് യു. അബ്ദുൽ മനാഫ്, എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ ചോദിക്കാൻ? ഇപ്പൊ കേറിയിട്ടുള്ളൂ. ഹലോ, വേറെ ആർക്കെങ്കിലും എന്തെങ്കിലും ഡൗട്ടോ കാര്യങ്ങളോ ഉണ്ടോ? ഞാനിപ്പോ കേറിയിട്ടുള്ളൂ, എനിക്ക് എന്താണെന്നുള്ളത് മനസ്സിലായില്ല. പിന്നെ നിങ്ങൾ ക്ലാസ് എന്തെങ്കിലും അറ്റൻഡ് ചെയ്തു? ഇപ്പൊ എത്ര ദിവസമായി ജോയിൻ ചെയ്തിട്ട്?
ഇല്ല. അച്ഛനെ ഞാനത് കൊടുത്തത് നമ്മള് പഠിച്ച ഞാൻ പറഞ്ഞില്ലേ കരിയാത്താണിക്ക് നമ്മള് ചെയ്യണമെന്ന് പറഞ്ഞില്ലേ നേരത്തെ അപ്പൊ അങ്ങനെ കൊടുത്താണ്. ഓക്കെ ഓക്കെ. ശരി. ഇവര് നിങ്ങളെ കൂടെ വർക്ക് ചെയ്യണ ആളല്ലേ? വേറെ പിന്നെ ഡൗട്ട് ഒന്നും ഇല്ലല്ലോ. നമ്മള് ഏകദേശം സമയമായിട്ടുണ്ട്. നിങ്ങളെന്താ ചെയ്യുന്നത് മനാഫ്? ഞാന് കൊറേ ഗൾഫിലായിരുന്നു. ഇപ്പൊ ഇവിടെ നാട്ടിലായിട്ട് 4-5 വർഷമായി. ഞാനൊരു ഇലക്ട്രീഷ്യനും പ്ലംബറുമാണ്. നിങ്ങള് ഇവരെ കൂടെ ഉള്ള ആളാന്നല്ലോ പറഞ്ഞേ? അതെ, ഹസന്റെ കൂടെ. കോഴ്സിൽ ജോയിൻ ചെയ്തിട്ടില്ലല്ലോ? അറിയില്ല ക്ലാസ്സിന്റെ ഒന്നും? ഇല്ല, ഞാൻ ഒന്നും പറഞ്ഞില്ല. എന്നോട് പറഞ്ഞു ഞാൻ ഇപ്പൊ വിളിച്ചാ പറഞ്ഞു ഒരു സൂം മീറ്റിംഗ് ഉണ്ടാവും, സൂം മീറ്റിംഗിലൊന്ന് കയറി നടന്നെ. പക്ഷെ നമ്മള് ക്ലാസ് ഗൂഗിൾ മീറ്റ് കേട്ടാലേ എന്തെങ്കിലും മനസ്സിലാവുള്ളൂ. അതെ, ഇത് എന്തിനെ പറ്റിയുള്ളതെന്ന് വരെ എനിക്ക് പറഞ്ഞിട്ടില്ല. നമ്മള് ഈ ക്ലാസ്സും കൂടി കണ്ടാലും മനസ്സിലാവുള്ളൂ കാര്യങ്ങളൊക്കെ. വരുന്നുണ്ട്, അപ്പൊ ഞാൻ കോണ്ടാക്ട് ചെയ്യാം. നിങ്ങൾ കോണ്ടാക്ട് ചെയ്ത് ഞാൻ പറഞ്ഞുതരാം എന്താ ചെയ്യാൻ പറ്റുന്നത്. ഓക്കെ. വേറെ പ്രത്യേകിച്ച് ഡൗട്ടൊന്നും ഇല്ലെങ്കിൽ വൈൻഡപ്പ് ചെയ്യാം.